നമസ്കാരം. പൊള്ളുന്ന വിലയിൽ നിന്ന് സാധാരണക്കാർക്ക് അല്പം ആശ്വാസം നൽകിയിരുന്നത് സപ്ലൈകോ വഴി ലഭിച്ചിരുന്ന 13 സബ്സിഡി സാധനങ്ങളാണ്. സർക്കാർ സബ്സിഡി വെട്ടിക്കുറയ്ക്കാൻ തീരുമാനിച്ചതോടെ ആ ആശ്വാസവും ഇല്ലാതാവുകയാണ്. വിപണി വിലയിൽ നിന്ന് 35% കുറവിൽ മാത്രമാകും ഇനി സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ നിന്ന് സാധനങ്ങൾ ലഭിക്കുക. 3 മുതൽ 46 രൂപ വരെ കിലോയ്ക്ക് കൂടും. ഉഴുന്നിന് 29 രൂപയും കടലയ്ക്ക് 31 രൂപയും മുളകിന് 44 രൂപയും തുവരപ്പരിപ്പിന് 46 രൂപയും വർദ്ധിക്കും. 2016 ഇടതുമുന്നണിയുടെ തിരഞ്ഞെടുപ്പ് വാഗ്ദാനമായിരുന്നു വില കൂട്ടില്ല എന്നത്. 7.5 വർഷത്തിനിപ്പുറം സപ്ലൈകോ സബ്സിഡി സാധനങ്ങളുടെയും വില ഉയരുമ്പോൾ സാധാരണ ജനം ദുരിതത്തിലാകും. ഇന്ന് സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുന്നു. എരിതീയിൽ നിന്ന് വറചട്ടിയിലേക്കോ? സാധാരണ ജനം എങ്ങനെ ജീവിക്കും? സർക്കാർ ജനങ്ങളെ കൈവിടുന്നോ? താങ്ങാവുന്ന വില വർധനവാണോ ഇത്? ഈ ചർച്ചയിൽ ശ്രീ എൻ അരുൺ CPI, ശ്രീ അബിൻ വർക്കി കോൺഗ്രസ്, ശ്രീ ബി ഗോപാലകൃഷ്ണൻ BJP, ശ്രീ എം ജയചന്ദ്രൻ ഇടത് സഹയാത്രികൻ എന്നിവർ പങ്കെടുക്കുന്നു. ചെറിയൊരു ഇടവേള, അതിനുശേഷം ചർച്ചയിലേക്ക്. ആദ്യം ശ്രീ എൻ അരുൺ, 2016 നിങ്ങളുടെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനമായിരുന്നു സപ്ലൈകോയിലെ സബ്സിഡി സാധനങ്ങളുടെ വില കൂട്ടില്ല എന്നുള്ളത്. ഇന്നത്തെ ഈ പ്രകടന പത്രിക പുറത്തിറങ്ങിയതിന്റെ പിറ്റേന്നത്തെ ദേശാഭിമാനിയുടെ ബാനർ ഹെഡ്ലൈൻ ഇന്ന് ഞാൻ ഓർക്കുന്നുണ്ട്. വില കൂട്ടില്ല എന്നുള്ളതായിരുന്നു. അങ്ങനെ വില കൂട്ടില്ല എന്ന് വാഗ്ദാനം നൽകിയ സർക്കാരിനെ ജനം അധികാരത്തിലെത്തിച്ചു. LDF വരും, എല്ലാം ശരിയാകുമെന്ന് ജനങ്ങൾ പ്രതീക്ഷിച്ചു. ഇപ്പോൾ ആ സർക്കാരിന്റെ ടെന്യൂർ കഴിഞ്ഞ് വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാർ 7.5 വർഷം കഴിഞ്ഞ് ഇതുപോലെ ഒരു വില വർധനവ്, ചെറുപയറിന് 19 രൂപ, ഉഴുന്നിന് 29 രൂപ, കടലയ്ക്ക് 31 രൂപ, തുവരപ്പരിപ്പിന് 46 രൂപ, ഒറ്റയടിക്ക് കൂടുന്ന വിലയാണ്. ഇതുപോലെ ഒരു വില വർധന നടപ്പാക്കുമ്പോൾ അതിന്റെ ന്യായം എന്താണ്? ഇത് ജനം എങ്ങനെ താങ്ങുമെന്ന് കൂടി ചിന്തിക്കേണ്ടേ വില കൂട്ടുമ്പോൾ? ഇപ്പോൾ വ്യാപകമായി ഗവൺമെന്റിനെതിരായിട്ടുള്ള പ്രചരണം ഇതുമായി ബന്ധപ്പെട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. യാഥാർത്ഥ്യബോധത്തോടു കൂടിയുള്ള ഒരു വിമർശനമല്ല, അതിൻ്റെ അപ്പുറത്തേക്ക് പോയിട്ടുണ്ട്. യാഥാർത്ഥ്യബോധം ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു കോലാഹലമല്ല ഇവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. എന്താണ് കേരളത്തോടുള്ള കേന്ദ്രത്തിൻ്റെ സമീപനം എന്നാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. 57,400 കോടി രൂപ കേരളത്തിന് അർഹമായ തുക കേന്ദ്ര ഗവൺമെൻറ് തടഞ്ഞു വെച്ചിരിക്കുകയാണ്. എന്തുകൊണ്ടാണ്? കേന്ദ്ര ഗവൺമെന്റിന്റെ നിലപാടിനെതിരെ, വർഗീയ നിലപാടിനെതിരെ കേരളം എന്നും ശക്തമായി നിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ, അതല്ലെങ്കിൽ BJPക്ക് ഒരു തരത്തിലും കടന്നുകൂടാൻ കഴിയാത്ത ഒരു സംസ്ഥാനമായി കേരളം ഇന്നും മതേതര നിലപാട് ഉയർത്തിപ്പിടിച്ചു നിൽക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കേരളത്തെ ഞെക്കിക്കൊല്ലാൻ വേണ്ടിയുള്ള ഇടപെടലുകൾ കേന്ദ്ര ഗവൺമെന്റ് നിരന്തരം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് കേരളത്തിലെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, സപ്ലൈകോ സംവിധാനം, അത്തരത്തിലുള്ള ഒരു സംവിധാനം ഇതര സംസ്ഥാനങ്ങൾ നോക്കി നമുക്ക് കാണാൻ സാധിക്കില്ല. റേഷൻ സംവിധാനമല്ലാതെ, റേഷൻ കടകളല്ലാതെ സപ്ലൈകോ പോലുള്ള സംവിധാനങ്ങൾ മറ്റൊരു സംസ്ഥാനങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കില്ല. കേരളത്തിൽ 1630 സപ്ലൈകോ ഔട്ട്ലെറ്റുകളാണുള്ളത്. ഈ സപ്ലൈകോ ഔട്ട്ലെറ്റുകൾ നഷ്ടം സഹിച്ചും നിലനിൽക്കുന്നത് സംസ്ഥാന ഗവൺമെന്റിന്റെ സാമ്പത്തിക സഹായത്തോടു കൂടിയാണ്. ആ സാമ്പത്തിക സഹായം തുടർന്നും കൊണ്ടുപോകാൻ കഴിയാത്ത സ്ഥിതി കഴിഞ്ഞ 2-3 മാസക്കാലം ബ്രേക്കപ്പ് ഒക്കെ ഒരുപാട് ചർച്ച ചെയ്തതാണ്. അപ്പോൾ നമ്മൾ അതിലേക്ക് പോകണമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷെ നോക്കൂ, പഴയ കാലത്ത് നിങ്ങളുടെ തന്നെ ചില ഭക്ഷ്യ സിവിൽ സപ്ലൈസ് മന്ത്രിമാർ, അക്കാലത്തെ ഉദ്യോഗസ്ഥർ പിന്നീട് ഇന്റർവ്യൂ ഒക്കെ കൊടുത്തപ്പോൾ എങ്ങനെയാണ്, ഏത് കൺസെപ്റ്റിലാണ് നമ്മൾ ഈ സംവിധാനം കൊണ്ടുവന്നത് എന്നൊക്കെ വിശദീകരിക്കുന്നുണ്ട്. ഇപ്പോഴത്തെ അവസ്ഥ ഒന്ന് നോക്കൂ. കഴിഞ്ഞ 4-5 മാസമായിട്ട് ക്ഷേമ പെൻഷൻ കൊടുത്തിട്ടില്ല. 1600 രൂപ വീട്ടിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന പെൻഷൻ ഇല്ല. അങ്ങനെ സാധാരണക്കാരായ ഏറ്റവും പാവപ്പെട്ട ആളുകൾക്ക് ക്ഷേമ പെൻഷൻ കിട്ടുന്നില്ല, മറ്റു തരത്തിലുള്ള ആനുകൂല്യങ്ങൾ കിട്ടുന്നില്ല എന്ന് മാത്രമല്ല, ഇപ്പൊ അവര് ഈ സപ്ലൈകോ ഔട്ട്ലെറ്റിൽ പോയിട്ട് എന്തെങ്കിലും വാങ്ങിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ എന്തെങ്കിലും സാധനം വാങ്ങിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വിലയാണ്. അപ്പോൾ നോക്കൂ, ജനങ്ങളുടെ കയ്യിൽ പണമില്ല. അങ്ങനെ പണമില്ലാതിരിക്കുന്ന ജനങ്ങൾ അവരുടെ അവശ്യ സാധനങ്ങൾ വാങ്ങിക്കാൻ കൂടുതൽ പണം മുടക്കേണ്ടിയും വരുന്നു എന്ന സാഹചര്യമാണ് നമ്മുടെ മുമ്പിൽ. അതിനെ സംബന്ധിച്ച് തന്നെയാണ് ഞാൻ പറഞ്ഞു വന്നത്. ഈ ഘട്ടത്തിൽ നമ്മൾ എന്താണ് ഏറ്റവും പ്രാധാന്യത്തോടെ ചർച്ച ചെയ്യേണ്ടത്? ഈ 57,400 എന്ന് പറഞ്ഞ കൃത്യമായ ഒരു കണക്കാണല്ലോ. അത് പറയാതിരിക്കാൻ കഴിയുമോ? മറ്റ് സംസ്ഥാനങ്ങളോട് കേന്ദ്ര ഗവൺമെന്റ് പുലർത്തുന്ന സമീപനമാണ്. 57,400 കണക്ക് ധനമന്ത്രി ബജറ്റിൽ വിശദീകരിച്ചല്ലോ. GST കോമ്പൻസേഷൻ നിർത്തലാക്കിയത് മൂലം GST കോമ്പൻസേഷൻ 5 വർഷത്തേക്കായിരുന്നു വിഭാവനം ചെയ്തത്. ആ 5 വർഷം പൂർത്തിയായപ്പോൾ ആ GST കോമ്പൻസേഷൻ കഴിഞ്ഞു. അത് പിന്നെ എങ്ങനെയാണ് ഈ 57,000 ഞങ്ങൾക്ക് കിട്ടാനുള്ള ഇതിന്റെ ഭാഗമായിട്ടാണെന്ന് പറയാ? എല്ലാ സംസ്ഥാനങ്ങൾക്കും ഒരുപോലെയാണ്, കേരളത്തിന് മാത്രമായിട്ട് GST കോമ്പൻസേഷൻ തരാതെ ഉണ്ടോ? GST കോമ്പൻസേഷൻ GST നിലവിൽ വന്നപ്പോൾ ഏർപ്പെടുത്തിയ സംവിധാനമാണ്. അതിന്റെ 5 വർഷം എന്നുള്ള ആ വാഗ്ദത്ത സമയം കഴിഞ്ഞപ്പോൾ GST കോമ്പൻസേഷൻ കഴിഞ്ഞു. അതാണ് ഈ 57,400 ആദ്യത്തെ കോമ്പണന്റ്. രണ്ടാമത്തെ എന്താണ്? റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ്. മുൻ വർഷങ്ങളിൽ കിട്ടിയത്രയും കിട്ടിയിട്ടില്ല.
റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻഡും 5 വർഷത്തേക്കാണ് വിഭാവനം ചെയ്തത്. കൂടിയ ഷെയർ ആദ്യത്തെ വർഷങ്ങളിൽ കിട്ടി. സ്വാഭാവികമായി അവസാനത്തെ 2 വർഷം എന്നുള്ള നിലയിൽ ഈ സാമ്പത്തിക വർഷവും അടുത്ത സാമ്പത്തിക വർഷവും കുറഞ്ഞ ഷെയറേ കിട്ടുകയുള്ളൂ. പിന്നെ നമ്മൾ കടം എടുക്കാൻ ആഗ്രഹിച്ചിരുന്നു. പക്ഷേ ഈ FRBM ആക്ട് വളരെ കർശനമായി നടപ്പാക്കിയത് വഴിയും അതുപോലെ തന്നെ ഓഫ് ബജറ്റ് ബോറോവിംഗ് വിലക്കിയത് വഴിയും നമുക്ക് കടം വാങ്ങാൻ പറ്റിയില്ല. ഇങ്ങനെയൊക്കെയാണ് ഈ 57,000 കണക്ക്. അത് ധനമന്ത്രി ബജറ്റിൽ തന്നെ വിശദീകരിച്ചിട്ടുള്ള കാര്യമാണ്. ഇപ്പൊ ജനങ്ങള് സപ്ലൈകോ ഔട്ട്ലെറ്റിൽ ചെന്നിട്ട് പഞ്ചസാര വാങ്ങിക്കാനും വൻകടല വാങ്ങിക്കാനും ചെല്ലുമ്പോൾ 57,400 കാര്യം പറഞ്ഞാൽ അത് നടക്കില്ല. ഇതില് കേൾക്കുന്നുണ്ടോ? കേൾക്കാം കട്ടായി പോലോ? ഇല്ല കേൾക്കാം കേൾക്കുന്നുണ്ടോ? ഇതിൽ ഏറ്റവും പ്രാധാന്യത്തോട് പറയേണ്ടത് മല്ലിക നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രി പറഞ്ഞ അതേ കണക്ക് നമ്മളോട് പ്രചരിപ്പിച്ചിട്ട് കാര്യമില്ല. ഇതിൻ്റെ അകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, GST കേരളത്തിന് അർഹമായ തുക എത്ര കോടി തരാനുണ്ട്? 14,000 കോടി രൂപ തരാനില്ലേ? അത് മാത്രമാണോ? കേരളത്തിന് കടമെടുക്കാനുള്ള അവസരം വരെ നിഷേധിക്കുന്ന സമീപനം ഈ ഗവൺമെന്റ് എടുത്തില്ലേ? എന്നാൽ കേന്ദ്ര ഗവൺമെന്റിന് കടമെടുക്കാനുള്ള എല്ലാ അവസരവും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിന് എത്തരത്തിലൊക്കെ ഒരു ഗവൺമെന്റിനെ ദ്രോഹിക്കാം എന്നത് അതിൻ്റെ പരമോന്നത കോടിയിൽ എത്തിയിരിക്കുന്ന ഒരു കേന്ദ്ര ഗവൺമെന്റാണ് ഇന്ന് നമ്മളെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ ഞാൻ ചേർത്ത് പറഞ്ഞുകൊള്ളട്ടെ, ഇപ്പോൾ സപ്ലൈകോയിലെ കടത്തെക്കുറിച്ച് അല്ലെങ്കിൽ സപ്ലൈകോയിൽ ഇപ്പോൾ നിലനിൽക്കുന്ന പ്രതിസന്ധികളെ കുറിച്ച് പറയുകയുണ്ടായി. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കേന്ദ്ര സഹായം അല്ലെങ്കിൽ കേന്ദ്രം നൽകേണ്ട ആനുകൂല്യങ്ങൾ നൽകുന്നില്ല, അല്ലെങ്കിൽ അവകാശങ്ങൾ നൽകുന്നില്ല എന്നുള്ളത് തന്നെയാണ്. രണ്ടാമത്തെ കാര്യം, ഇപ്പോൾ 2016 ഗവൺമെന്റ് അധികാരത്തിൽ വന്നപ്പോൾ സപ്ലൈകോയിൽ വില വർദ്ധിപ്പിക്കില്ല എന്ന് പറഞ്ഞു. തർക്കമില്ലാത്ത കാര്യമാണ്, വർദ്ധിപ്പിക്കില്ല എന്ന് പറഞ്ഞു. ഇപ്പൊ 8 വർഷമായിരിക്കുകയാണ്. അപ്പോൾ കൽപ്പാന്ത കാലത്തോളം ഇതേ വിലക്ക് തന്നെ ഉൽപ്പന്നങ്ങൾ നൽകണം എന്നുള്ളതാണ് പറയുന്നത്. ആ ഗവൺമെന്റിന്റെ കാലം അവസാനിച്ച് രണ്ടാം ഗവൺമെന്റ് 3 വർഷത്തിലേക്ക് തീർക്കുകയാണ്. അതിനോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, 2014 ഡിസംബർ മാസത്തിലെ വിലയാണ് ഈ ഘട്ടം വരെ നമ്മുടെ സപ്ലൈകോയിൽ ഉണ്ടായിരുന്നത്. ആ 2014 ആ വില നിലനിൽക്കുമ്പോൾ തന്നെ 387 കോടി രൂപ കടം വരുത്തിയിട്ടാണ് ഈ ഗവൺമെന്റിന്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന് UDF ഭരണം കൈമാറുന്നത്. ആ ഘട്ടത്തിൽ 24% വിലക്കുറവ്, അതായത് ഓപ്പൺ മാർക്കറ്റിൽ പൊതുവിപണിയിൽ നിന്നും 24% വിലക്കുറവിലായിരുന്നു സപ്ലൈകോയിൽ ഉൽപ്പന്നങ്ങൾ ലഭിച്ചിരുന്നത്. ഇന്ന് കേരളത്തിലെ സ്ഥിതി എന്താണ്? ഇന്ന് 56% വിലക്കുറവിലാണ്. പൊതുമാർക്കറ്റിലെ വിലയിൽ നിന്നും വില കുറച്ചാണ് കേരളത്തിൽ സപ്ലൈകോയിൽ ഉൽപ്പന്നങ്ങൾ വിറ്റുകൊണ്ടിരിക്കുന്നത്. അതിന് കാരണം എന്താണ്? ഇന്ത്യ മഹാരാജ്യത്തുടനീളം വിലക്കയറ്റം ഉണ്ടായിരിക്കുകയാണ്. രൂക്ഷമായ വിലക്കയറ്റം ഉണ്ടായതിനെ തുടർന്ന് ഉൽപ്പന്നങ്ങളുടെ വില വൻതോതിൽ വർദ്ധിക്കുന്ന സാഹചര്യം ഉണ്ടായി. അത്തരത്തിൽ ഉൽപ്പന്നങ്ങളുടെ വില വൻതോതിൽ വർദ്ധിക്കുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ മറ്റു കാര്യങ്ങളെ കുറിച്ച് ഞാൻ പറയുന്നില്ല, പൊതുമാർക്കറ്റ് തകർത്തതിനെ കുറിച്ച് ഞാൻ വിശദീകരിക്കുന്നില്ല. ആഗോള ഇന്ത്യയിൽ ഉടനീളം ഉണ്ടായിട്ടുള്ള വിഷയമാണ്. അത്തരത്തിൽ വർദ്ധിക്കുന്ന സാഹചര്യത്തിലും കേരളത്തിൽ 56% വില കുറച്ച് കൊടുക്കുക എന്ന് പറഞ്ഞാൽ എത്ര കാലം സാധ്യമാകുക? അത് ഇപ്പോൾ എന്താണ് 30-35% വരെയാണ് വില കുറച്ച് വിറ്റുകൊണ്ടിരിക്കുന്നത്. വില കൂട്ടിയിട്ടല്ല, 35% വരെ വില കുറച്ചാണ് വിറ്റുകൊണ്ടിരിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം 2014 നിന്നുള്ള പ്രശ്നം ശരിയാണ്. 2016 ശേഷം കൂട്ടിയിട്ടില്ല, പഴയ വിലക്കാണ് കൊടുത്തിരുന്നത്. അതൊക്കെ ശരിയാണ്, ഞാൻ വർദ്ധിപ്പിച്ചിട്ടില്ല. അപ്പൊ വില വർദ്ധിപ്പിക്കില്ല എന്ന് പറഞ്ഞപ്പോ ഇനി മൂന്നാം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് വരുന്ന സമയത്ത് ഇതേ വിലക്ക് വിൽക്കണമെന്ന് നിങ്ങളൊക്കെ പറയുമല്ലോ. അങ്ങനെയാണെങ്കിൽ ശരി, ഓക്കെ, അതാണല്ലോ മൂന്നാമത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് വരുമ്പോഴൊക്കെ അതേ വിലക്ക് തന്നെ വിൽക്കണം എന്ന് പറയേണ്ടി വരും. ശരി, ഓക്കെ. ഇവിടെ ശ്രീ അബിൻ വർക്കി, ഇന്ന് ഭക്ഷ്യമന്ത്രി GR അനിൽ പറഞ്ഞത് ഈ വില വർധനവ് ജനങ്ങളെ ബാധിക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ്. ഞാൻ അതിനോട് യോജിക്കുകയാണ്. കാരണം നമ്മുടെ സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ ഈ പറഞ്ഞ 13 സബ്സിഡി സാധനങ്ങളിൽ മിക്കവാറും ഒന്നും കിട്ടാനുണ്ടായിരുന്നില്ല. ജനങ്ങൾ സപ്ലൈകോയിൽ പോകേണ്ട ആവശ്യം തന്നെ ഉണ്ടായിരുന്നില്ല കഴിഞ്ഞ കുറേ നാളുകളായിട്ട്. അതുകൊണ്ട് ഇപ്പോൾ ഇനി വില കൂട്ടി എന്നുള്ളത് കൊണ്ട് ജനങ്ങളെ ബാധിക്കില്ല എന്ന മന്ത്രിയുടെ പോയിന്റ് ശരിയല്ലേ? തീർച്ചയായിട്ടും അല്ല, ഞാനത് തന്നെയാണ് പറയാൻ വന്നത്. എൻ്റെ ആദ്യത്തെ പോയിന്റ് അത് തന്നെയായിരുന്നു. അതായത് ഈ ഇടതുപക്ഷ സർക്കാർ സംസാരിക്കുന്നതൊക്കെ ഒരു വെർച്വൽ സപ്ലൈകോയെ സംബന്ധിച്ചാണ്. കാരണം എന്താ, 13 നിത്യോപയോഗ സാധനങ്ങൾക്ക് സബ്സിഡി റേറ്റിൽ കൊടുക്കുക എന്നുള്ളതാണ് സപ്ലൈകോയുടെ ഏറ്റവും പ്രാഥമികമായ ഉത്തരവാദിത്തം. ഈ 13 ഇനങ്ങളും കിട്ടാനില്ല. അപ്പോൾ പിന്നെ ഒരു വെർച്വൽ കണക്ക് മാത്രമാണ് നമ്മുടെ മുമ്പിലേക്ക് വരുന്നത്. ഇന്ന സാധനത്തിന് ഇന്ന വിലയ്ക്ക് കൊടുക്കാൻ പറ്റും എന്നുള്ളത് മാത്രമാണ്. പക്ഷേ ആ സാധനവുമില്ല, അങ്ങനെ ഒരു കാര്യം സപ്ലൈകോയിൽ നടക്കുന്നുമില്ല. അതുകൊണ്ട് ഇങ്ങനെ ഒരു വിലവർദ്ധനവ് സത്യം പറഞ്ഞാൽ കേരളത്തിലെ ജനങ്ങളെ ബാധിക്കുന്നില്ല. കാരണം അവരൊക്കെ പുറമെ മാർക്കറ്റിൽ നിന്നാണ് മേടിക്കുന്നത്. സപ്ലൈകോയിൽ ഇതൊന്നും കിട്ടുന്നില്ല. അതൊന്നാമത്തെ കാര്യം. ഇനി രണ്ടാമത്തെ കാര്യം, ഈ വെർച്വൽ കണക്ക്. ഇപ്പോൾ അദ്ദേഹം പറഞ്ഞു 57,000 കോടി രൂപയുടെ വെർച്വൽ കണക്ക്. ഈ കണക്ക് ഇപ്പോൾ താങ്കൾ ഇവിടെ വിശദീകരിച്ചു. കാരണം കഴിഞ്ഞ ദിവസം നിയമസഭയിൽ പൊട്ടിപ്പൊളിഞ്ഞ ഒരു വാദത്തെ സംബന്ധിച്ചാണ് പ്രിയപ്പെട്ട N. അരുൺ വീണ്ടും ഇവിടെ വന്ന് പറയുന്നത് 57,000 കോടി രൂപ കേന്ദ്ര സർക്കാർ കൊടുക്കാനുണ്ട് എന്നൊക്കെ പറയുന്നത്. പിന്നെ അദ്ദേഹം പറഞ്ഞൊരു കണക്ക്, UDF സർക്കാർ ഇറങ്ങുമ്പോൾ
350 കോടി രൂപ ബാധ്യതയുണ്ടായിരുന്നു സപ്ലൈകോയ്ക്ക്. ശരി, ഞാൻ വാദത്തിന് വേണ്ടി അത് ശരിവെച്ചാൽ ഇപ്പോൾ സപ്ലൈകോയുടെ ബാധ്യത എത്രയാണ്? 2500 മുതൽ 3000 കോടി രൂപ വരെയാണ് ബാധ്യത. 792 കോടി രൂപ ഈ സാധനം തന്നവർക്ക് കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് വീണ്ടും അവർ ടെൻഡറിൽ പങ്കെടുക്കുന്നില്ല. അപ്പോൾ സപ്ലൈകോയെ പൂർണ്ണമായും തകർത്ത സർക്കാർ എന്നുള്ള ഒരു അവാർഡാണ് സത്യത്തിൽ ശ്രീ GR അനിലിൻ്റെയും താങ്കളുടെ CPIയുടെ നേതൃത്വത്തിലുള്ള ഈ വകുപ്പിന് നൽകേണ്ടതെന്നുള്ളത് വളരെ വ്യക്തമാണ്. ഇപ്പോൾ ക്രിസ്മസ് ചന്തയുടെ അവസ്ഥ എന്തായിരുന്നു എന്നുള്ളത് നമുക്കറിയാം. ഒരു സാധനവും കിട്ടാനുണ്ടായിരുന്നില്ല, ഒരു വിലക്കുറവും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഇതുവഴി എന്താ സംഭവിക്കുന്നത്? പൊതു മാർക്കറ്റിൽ വില കൂടും. ഇപ്പോൾ സംഭവിക്കാൻ പോകുന്നത് ഈ പുറമേയുള്ള മാർക്കറ്റിൽ നിന്ന് ആളുകൾ കൂടുതലായി സാധനം മേടിക്കും, പൊതു മാർക്കറ്റിൽ നിന്ന് വില കൂടാൻ പോകുന്നു. അതും മാത്രമല്ല, ഈ 35%, ഇപ്പോൾ താങ്കൾ ആദ്യം പറഞ്ഞ 2016 ഒരു ക്യാപ്ഷൻ, ഇനി കേരളത്തിൽ വില വർധനവില്ല എന്നുള്ളതായിരുന്നു ക്യാപ്ഷൻ. അതായത് കേരളത്തിൽ വില വർധനവില്ല എന്ന് പറഞ്ഞിട്ട് ഇനി വില വർദ്ധിക്കാൻ ഇനി ബാക്കിയുള്ളത് വില കുറഞ്ഞ ഒരേ ഒരു സാധനം എന്ന് പറഞ്ഞാൽ സഖാവ് പിണറായി വിജയന്റെ ഈ ഗവൺമെന്റിന്റെ മാത്രമാണ്. ബാക്കി സമൂലമായ വില വർധനവ് എല്ലാ കാര്യങ്ങളും ഉണ്ടായി. നമ്മൾ ഒരു ദിവസം രാവിലെ കണ്ടു. നമ്മള് ഞാൻ പൂർത്തീകരിച്ചതിന് ശേഷം താങ്കൾ പൂർത്തീകരിക്കായിരിക്കും അതിന് ഏറ്റവും നല്ലൊരു 2021 തെരഞ്ഞെടുപ്പ് കണ്ടു. അല്ല, അപ്പൊ ഞാൻ പറയട്ടെ, അതായത് വില വർധനവ്. അപ്പോൾ ശ്രീ N. അരുൺ, ഇപ്പോൾ താങ്കളൊക്കെ 2021 തെരഞ്ഞെടുപ്പിൽ ജയിച്ചതാണ് ഏറ്റവും വലിയ കാര്യമെന്നുണ്ടെങ്കിൽ യോഗി ആദിത്യനാഥ് UP ജയിച്ചത് അവരുടെ പൊളിറ്റിക്കൽ പോളിസി ഈ രാജ്യത്ത് ശരിയായിരുന്നതുകൊണ്ടെന്നാണോ താങ്കൾ വിശ്വസിക്കുന്നത്? അപ്പോൾ ആ വാദഗതിയിലൊന്നും ന്യായമില്ല, അതോടെ നിൽക്കട്ടെ. ഞാൻ പറഞ്ഞത് വസ്തുതാപരമാണ്. ഞാൻ പറഞ്ഞതിൽ തെറ്റുണ്ടെങ്കിൽ താങ്കൾക്ക് പറയാം. ഞാൻ പറയട്ടെ, തെറ്റുണ്ടെങ്കിൽ ഞാൻ പറയാം. ഇപ്പോൾ വില വർദ്ധിച്ചില്ല എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ പറയുന്ന കാര്യങ്ങൾ, താങ്കൾ ഒരു ദിവസം രാവിലെ എഴുന്നേൽക്കുമ്പോൾ മുതൽ രാത്രി വരെയുള്ള ഓരോ കാര്യങ്ങൾ എടുത്തു നോക്ക്. രാവിലെ എഴുന്നേറ്റാൽ താങ്കൾ ആദ്യം സ്വിച്ച് ഇട്ടാൽ ബൾബ് കത്തും, ഇലക്ട്രിസിറ്റി ചാർജ് കൂട്ടി, ടാപ്പ് ഓണാക്കിയാൽ വെള്ളം വരും, വെള്ളക്കരം ഉയർത്തി, അടുക്കളയിൽ ചെന്നാൽ കുക്കിംഗ് ഗ്യാസിന്റെ വില വർദ്ധിപ്പിച്ചു, ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എല്ലാ കാര്യങ്ങളുടെയും വില വർദ്ധിപ്പിച്ചു, കേരളം കണി കണ്ടുണരുന്ന നന്മ മിൽമ പാലിന്റെ വില വർദ്ധിപ്പിച്ചു, താങ്കൾ താമസിക്കുന്ന വീടിന്റെ വീട്ടുകരം കൂട്ടി, താങ്കൾ താമസിക്കുന്ന വീടിന്റെ സ്ഥലം ഇരിക്കുന്നതിന്റെ സ്ഥലക്കരം ഉയർത്തി, താങ്കൾ പോകുന്ന വണ്ടിയുടെ നികുതി വർദ്ധിപ്പിച്ചു, താങ്കൾ പോകുന്ന വണ്ടിയിൽ ഒഴിക്കുന്ന പെട്രോളിന്റെ വില വർദ്ധിപ്പിച്ചു, താങ്കൾ ഒരു ഓട്ടോയിൽ പോയാൽ ഓട്ടോ കൂലി കൂട്ടി, താങ്കൾ ഒരു ബസ്സിൽ പോയാൽ ബസ് കൂലി കൂട്ടി, ഇതുമായി ടോളിൽ പോയാൽ ടോൾ പ്ലാസയുടെ വില വർദ്ധിപ്പിച്ചു. ഇനി ഇതിനൊക്കെതിരെ ഒരു കേസ് കൊടുക്കാമെന്ന് പറഞ്ഞാൽ ആ കേസ് കൊടുക്കുന്നതിനുള്ള കോർട്ട് ഫീസ് സ്റ്റാമ്പിന്റെ വില വർദ്ധിപ്പിച്ചു. ഇനി എന്ത് കാര്യത്തിന് വില വർദ്ധിക്കാനുള്ള? ശ്രീ അഭിലാഷ്, ഈ 2016 ദേശാഭിമാനി വില വർദ്ധിക്കില്ല എന്ന് എഴുതിയിട്ട് അഭിലാഷ് ഇപ്പൊ ദേശാഭിമാനി പത്രത്തിന് 1 രൂപ 10 പൈസ കൂട്ടി. ഇനി കേരളത്തിൽ ഒരു സാധനത്തിനും വില വർദ്ധിക്കാനില്ല, സമൂലമായ വിലവർദ്ധനമാണ്. ഈ വിലവർദ്ധനവിന്റെ മൂർധന്യാവസ്ഥയിൽ നിന്നിട്ട് കേരളം മധുരമനോജ്ഞമായ വിലവർദ്ധനമില്ലാത്ത നാടാണെന്നൊക്കെ പറഞ്ഞാൽ ആര് വിശ്വസിക്കാനാണ്? ശരി, ഓക്കെ. അല്ല, ദേശാഭിമാനി വില വർദ്ധിക്കില്ല എന്ന് പറഞ്ഞത് ഈ സബ്സിഡി സാധനങ്ങൾക്ക് വില വർദ്ധിക്കില്ല എന്നാണ്. എന്തായാലും അതിന്റെയും വില വർദ്ധിച്ചിരിക്കുന്നു. ശ്രീ B. ഗോപാലകൃഷ്ണൻ, കേന്ദ്രം കേരളത്തെ ഞെരുക്കുന്നത് കൊണ്ടാണ് ഇതുപോലെ വില കൂട്ടേണ്ടി വന്നത് എന്നുള്ളതാണ് ഇവിടെ സർക്കാർ വിശദീകരിക്കുന്നത്. പിന്നെ അദ്ദേഹം പറഞ്ഞ ഒരു പോയിന്റിനോട് എനിക്ക് യോജിപ്പുണ്ട്. കാരണം കൽപ്പാന്ത കാലത്തോളം ഒരേ വില എന്ന് പറയുന്നത് നടപ്പാകുമോ എന്ന് ചോദിച്ചാൽ ഇല്ല. അതൊരു ഇലക്ഷൻ പ്രോമിസ് എന്നുള്ള നിലയിൽ 2016 ഇവർ സപ്ലൈകോയിലെ സബ്സിഡി സാധനങ്ങളുടെ വില വർദ്ധിക്കില്ല എന്ന് പ്രഖ്യാപിക്കുന്നു. തുടർന്ന് ഇപ്പോഴാണ് വില വർദ്ധിപ്പിക്കാൻ തീരുമാനിക്കുന്നത് കഴിഞ്ഞ മന്ത്രിസഭാ യോഗത്തിൽ. അതുവരെ വില കൂട്ടിയിട്ടില്ല. പക്ഷേ സപ്ലൈകോ വലിയ പ്രതിസന്ധിയിലായി. സപ്ലൈകോയിൽ സബ്സിഡി സാധനങ്ങൾ കിട്ടാത്ത സാഹചര്യം വന്നു. സപ്ലൈകോയുടെ ബാധ്യത വർദ്ധിച്ചു. ഈ 350 കോടി കണ്ടെത്തുക എന്ന, അതായത് ഈ സബ്സിഡി സാധനങ്ങൾ കൊടുക്കാൻ, ഇതുപോലെ വില കുറച്ച് കൊടുക്കാനെന്ന വലിയ ഭാരം വന്നു ഭവിച്ചു. ഇപ്പോൾ ഈ വില കൂട്ടേണ്ടി വന്ന സാഹചര്യം സപ്ലൈകോയെ നിലനിർത്താനാണ് എന്നുള്ളതാണ് സർക്കാരിന്റെ വാദം. അഭിലാഷ് മോഹൻ, സപ്ലൈകോ തുടങ്ങിയതെന്നാണ്? എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 1974 സപ്ലൈകോ ആരംഭിച്ചത്. സപ്ലൈകോ ആരംഭിക്കുന്ന സമയത്ത് ഒരു ലക്ഷ്യമുണ്ടായിരുന്നു. എന്തായിരുന്നു ആ ലക്ഷ്യം? സപ്ലൈകോയുടെ ലക്ഷ്യമെന്ന് പറയുന്നത് പൊതുവിപണിയിലെ കരിഞ്ചന്ത പിടിച്ചു നിർത്തുക. പൊതുവിപണിയിൽ മാർക്കറ്റിൽ ഉണ്ടാകുന്ന വിലയേക്കാൾ കുറച്ച് സാധനങ്ങൾ നാട്ടിലെ ജനങ്ങൾക്ക് കൊടുക്കുക. സർക്കാരിൻ്റെ നേതൃത്വത്തിൽ നേരിട്ട് നല്ല ഗുണമുള്ള സാധനങ്ങൾ വില കുറച്ച് കൊടുക്കുക. ഇതാണ് ലക്ഷ്യമായിരുന്നത്. ഇന്ന് ആ ലക്ഷ്യം 1974 ആരംഭിച്ചിട്ട് 2016 വരെയുള്ള കാലഘട്ടത്തിൽ പല സർക്കാരുകളും ഭരിച്ചിട്ടുണ്ട്. പക്ഷേ 2014 വരെയുള്ള കാലഘട്ടത്തിൽ എത്ര രൂപയാണ് അവിടെ കടബാധ്യത ഉണ്ടായിരുന്നത്? വലിയ കടബാധ്യത ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഇവിടെ സൂചിപ്പിച്ച LDFിൻ്റെ പ്രതിനിധി പറഞ്ഞല്ലോ 375 കോടി. പക്ഷേ 2014 നിന്ന് 2016 നിന്ന് 2023 ആവുമ്പോഴേക്കും 4000 കോടി രൂപയുടെ കടബാധ്യത ഈ സപ്ലൈകോയ്ക്ക് വരുന്നു. 1974 നിന്ന് 2016 വരെ കേവലം 375. പക്ഷേ 2016 നിന്ന്
2024 4000 കോടി. ഇതെങ്ങനെ സംഭവിച്ചു എന്നുള്ളതല്ലേ നമ്മൾ ആദ്യം നോക്കേണ്ടത്. അത് നോക്കുമ്പോൾ കെടുകാര്യസ്ഥതയും ധൂർത്തും ഒരു ഭാഗത്ത് നടക്കുന്നു, മറുഭാഗത്ത് പാവപ്പെട്ടവൻ്റെ കാര്യങ്ങൾ, പാവപ്പെട്ടവന് പയർ കൊടുക്കേണ്ട കാര്യം, പാവപ്പെട്ടവന് അരി കൊടുക്കണ്ട, ഉപ്പ് കൊടുക്കണ്ട, മുളക് കൊടുക്കണ്ട, പാവപ്പെട്ടവൻ്റെ കാര്യം, പട്ടിണി പാവങ്ങളുടെ, തൊഴിലാളികളുടെ, സാധാരണക്കാരൻ്റെ, അവൻ്റെ കാര്യത്തിൽ ഈ ഗവൺമെൻറ്റിന് ഒരു താല്പര്യവുമില്ല. അതുകൊണ്ടാണല്ലോ 10 കോടിയെ ബജറ്റിൽ നീക്കി വെച്ചത് 4000 കൊടുക്കാനുള്ളപ്പോൾ. എന്നിട്ട് ഇവർ വലിയ വീമ്പ് പറയുന്ന കേരളീയത്തിനും അതുപോലെയുള്ള വലിയ വലിയ ആഘോഷങ്ങൾക്കും ഇവർ കോടികൾ നീക്കി വെക്കുന്നു. ഇവരുടെ ബസ്, ആ ബസ്സിന് വേറെ 100-110 കോടി രൂപ നീക്കി വെക്കുന്നു. വാസ്തവത്തിൽ സപ്ലൈകോയ്ക്കല്ലേ ബാക്കി എന്ത് നടന്നാലും ശരി, ഏത് ചാണകക്കുഴി ഉണ്ടാക്കുന്നതിനേക്കാട്ടിലും, ഏത് കുളിക്കാനുള്ള നീന്തൽക്കുളം ഉണ്ടാക്കുന്നതിനേക്കാളും ഏറ്റവും പരമപ്രധാനം താങ്കൾ നേരത്തെ സൂചിപ്പിച്ചത് പാവപ്പെട്ടവൻ്റെ അന്നമല്ലേ. അന്നമാണ് ഏറ്റവും വലുത് എന്നാണല്ലോ ഇടതുപക്ഷ സർക്കാരിൻ്റെ മുദ്രാവാക്യം. ഇടതുപക്ഷ സർക്കാർ സമൂഹത്തിൻ്റെ മുമ്പിൽ വെച്ച മുദ്രാവാക്യം എന്താ? അവൻ്റെ ഭക്ഷണത്തിൻ്റെ കാര്യത്തെക്കുറിച്ചല്ലേ. ആ പാവപ്പെട്ടവൻ്റെ ഭക്ഷണം, പാവപ്പെട്ടവൻ്റെ പെൻഷൻ, പാവപ്പെട്ടവന് കൊടുക്കേണ്ട സകലതും, അവന് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചല്ലോ, വെള്ളം പോലും അടച്ചിട്ട വീടുകൾക്ക്, തുറന്നുകൊടുത്ത വീടുകൾക്ക് സകല മേഖലയിലും പണം കൂടുതൽ ഈടാക്കി, നികുതി ഈടാക്കി. അതേ സമയത്ത് പാവപ്പെട്ടവനൊന്നും കൊടുക്കാത്ത, അല്ലെങ്കിൽ പാവപ്പെട്ടവന് കിട്ടേണ്ട സപ്ലൈകോയിലെ ആ സാധനങ്ങൾ, ഞാൻ ആ സാധനങ്ങളുടെ വില ഞാനിതിൽ കണ്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. ഞാൻ ഇന്ന് താങ്കൾ ഈ കാര്യം മാതൃഭൂമി ഇന്ന് ചർച്ച ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആദ്യം ചെയ്തത് ഇതിൻ്റെ വിലയെടുത്ത് ആ വിലയും സാധാരണക്കാരൻ്റെ കടയിലെ വിലയും തമ്മിലുള്ളൊരു വ്യത്യാസമാണ് ഞാൻ പോയി നോക്കിയത്. ഞാനത് വളരെ വളരെ വിഷമത്തോടുകൂടി താങ്കളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. വലിയ ചെറുപയറിൻ്റെ വില എന്താ? 92 രൂപ 63 പൈസ. അത് 74 രൂപയ്ക്ക് കിട്ടിയിരുന്നതാ. ഞാൻ ഇതേ സാധനം വെളിയിൽ പോയി ചോദിച്ചു, വലിയ വ്യത്യാസമില്ല. അതേപോലെ തന്നെ ഉഴുന്ന് 95 രൂപ 28 പൈസ, 66 രൂപയ്ക്ക് കിട്ടിയിരുന്നതാ. ഞാൻ പോയി നോക്കിയപ്പോൾ അവിടെ 102 രൂപയേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ എന്താ വ്യത്യാസം? വ്യത്യാസമൊന്നുമില്ല. അങ്ങനെയാണ് പിന്നെ സപ്ലൈകോ നിർത്തുക. ഇപ്പോൾ ഒരു കാര്യം പറഞ്ഞു മിസ്റ്റർ അരുൺ, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു പോയി. എന്താ വെച്ചാൽ അദ്ദേഹം പറഞ്ഞാൽ എന്താ അറിയോ? കൽപ്പാന്ത കാലത്തോളം വില കുറച്ച് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടോ? കൽപ്പാന്ത കാലത്തോളം വില കുറച്ച് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടാണ് ഈ സാധനം ഉണ്ടാക്കിയത്. കൽപ്പാന്ത കാലത്തോളം ഈ നാട്ടിലെ സാധാരണക്കാരന് വില കുറച്ച് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടാണ്. അങ്ങനെയാണോ പറഞ്ഞത്? കൽപ്പാന്ത കാലത്തോളം ഒരേ വിലക്ക് കൊടുക്കാൻ കഴിയുമോ? പിന്നെന്താണ്? യാഥാർത്ഥ്യ വിരുദ്ധം പറയല്ല. ഞാൻ പറഞ്ഞ എന്താ? ഒരു വിലക്ക് കൊടുക്കാന്നാണോ പറഞ്ഞത്? ഒരു വിലക്ക് കൊടുക്കില്ലെന്നാ പറഞ്ഞത്. താങ്കളുടെ ഊഴത്തിൽ പറയൂ. ഞാൻ എൻ്റെ ഊഴത്തിൽ പറയുമ്പോൾ ഇടയിൽ പറയല്ലേ. ചർച്ചയല്ലേ പറഞ്ഞു നിങ്ങൾ ഏത് ഊഴാണെങ്കിലും വാസ്തവത്തായിട്ടുള്ള കാര്യം. അഭിലാഷ ഒന്നേൽ ആ മനുഷ്യനോടും ഞാൻ അദ്ദേഹം ഞാൻ സംസാരിക്കട്ടെ. കുറെ നേരമായല്ലോ സംസാരിക്കണേ. മാന്യമായി സംസാരിക്കാൻ നിൽക്കുമ്പോൾ ഞാൻ 100 പ്രാവശ്യമായി പറയണേ. ഇടയിൽ കയറി സംസാരിക്കരുത് പറഞ്ഞില്ലേ? മാന്യതയ്ക്ക് അറിയാം. വന്ന് വായി തോന്നിയ ദിവസം കാണിക്കുന്നത് എന്താന്നോ ഞാൻ പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾ വാഗ്വാദത്തിലേക്ക് പോരെ. ഇനിയിപ്പോ അതിലൊരു വഴക്ക് വേണ്ടല്ലോ. എന്റെ ഊഴമല്ലേ? അവസാനിപ്പിക്കും. പറഞ്ഞ അവസാനം എന്റെ ഊഴമല്ലേ? ഞാൻ കാര്യം പറഞ്ഞു. ശരി. അപ്പോ എല്ലാവരും കാര്യമാണ് പറയണ. ചങ്ങാതി മിണ്ടാതിരിക്കൂ. കൽപ്പാന്ത കാലത്തോളവും വില കുറച്ചു കൊടുക്കാൻ വേണ്ടിയാണ്. അത് അങ്ങേര് പറഞ്ഞോ ഇല്ലയോ എന്നുള്ളത് വേറെ വിഷയം, അതെന്റെ വിഷയമല്ല. ഞാൻ അങ്ങേര് പറഞ്ഞോ ഇല്ലയോ എന്നുള്ളതല്ല പറയുന്നത്. കൽപ്പാന്ത കാലത്തോളം വില കുറച്ചു കൊടുക്കുക, കൽപ്പാന്ത കാലത്തോളം വില കുറച്ചു കൊടുക്കാൻ വേണ്ടിയാണ് ഈ സപ്ലൈകോ. നമ്പർ 1. നമ്പർ 2, വില കൂട്ടാനേ പാടില്ല. വിലയൊന്നും കൂട്ടിയിട്ടില്ല. അല്ലല്ലോ ഇപ്പോഴും വില കൂട്ടിയെന്നാരാ പറഞ്ഞേ? വില കൂട്ടിയിട്ടില്ല. അതിന് സബ്സിഡി കുറച്ചിട്ടേ ഉള്ളൂ. വില കൂട്ടിയെന്ന് ആരെങ്കിലും പറഞ്ഞോ? വില കൂട്ടി സപ്ലൈകോയിൽ വില കൂട്ടിയെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. വില കൂട്ടിയിട്ടില്ല. അതിൻ്റെ സബ്സിഡി കുറയ്ക്കുക ചെയ്തത്. സബ്സിഡി കുറയ്ക്കാനുള്ള അവകാശം സർക്കാരിനില്ല. കൽപ്പാന്ത കാലത്തോളം സബ്സിഡി കൊടുക്കാനാണ് ഈ സാധനം. അവിടെയാണ് എൻ്റെ പോയിന്റ്. വില കൂട്ടണം, വില കൂട്ടിയേ കൂട്ടാതിരിക്കുകയോ ചെയ്യട്ടെ, അത് അവർ തീരുമാനിക്കട്ടെ.
പക്ഷെ കൽപ്പാന്ത കാലത്തോളം സബ്സിഡി കൊടുത്ത് വില കൂടുന്ന സാധനത്തിൻ്റെ വില കുറയ്ക്കലാണ് ഈ സർക്കാർ ചെയ്യേണ്ടത്. അതിന് പകരം സബ്സിഡി കുറയ്ക്കുക. സബ്സിഡി എങ്ങനെ കുറയ്ക്കുക? ഇത്രയും കാലം സബ്സിഡിയെക്കുറിച്ച് കേന്ദ്ര ഗവൺമെൻറ്റിനെതിരെ സംസാരിച്ച ആൾക്കാരല്ലേ ഇവരെല്ലാ കാര്യവും ഇവർക്ക് ചെയ്യുമ്പോഴൊക്കെ ഒരു പ്രശ്നവുമില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം, മുനയൊടിഞ്ഞു പോയ ഒരു ഉത്തരവാദിത്വവും ഇല്ലാതെ മുനയൊടിഞ്ഞു പോയ വാദമാണ് 57,400 കോടി. എന്നാൽ പിന്നെ നിങ്ങൾ സുപ്രീം കോടതിയിൽ ഇന്ന് ചർച്ച നടക്കുന്നുണ്ട്. സുപ്രീം കോടതിയിൽ 57,400 കാര്യം നിങ്ങൾക്ക് ഉന്നയിക്കാമായിരുന്നില്ലേ? ശരി, ഓക്കെ. 57,400 കാര്യം നമുക്ക് അടുത്ത ഘട്ടത്തിൽ വീണ്ടും ആ വാദം ഉയർന്നാൽ അത് വീണ്ടും ചർച്ച ചെയ്യാം. മുനയൊടിഞ്ഞ വാദമാണ്. ശരി, ഓക്കെ, ആവട്ടെ. സർക്കാരിന് കഴിവില്ലെങ്കിൽ കഴിവില്ല എന്ന് പറയാം. അല്ലാതെ കേന്ദ്രത്തിന് തലയെ കൊണ്ട് വെക്കണ്ട. ശരി, ഓക്കെ, ഓക്കെ. കേന്ദ്രത്തിന് തലയെ കൊണ്ട് വെച്ചാൽ അത് കേട്ടിരിക്കാൻ പറ്റില്ല. ശരി, ഓക്കെ. ഇവിടെ ശ്രീ എം ജയചന്ദ്രൻ, എന്താണ് സർക്കാരിന്റെ മുൻഗണന, എന്താണ് സർക്കാരിന്റെ പ്രയോറിറ്റി ആവേണ്ടത് എന്ന കാര്യം വരുമ്പോൾ നോക്കൂ, ഇവിടെ ക്ഷേമം ഇടതുപക്ഷ സർക്കാരുകളും കേരളം ഭരിച്ച UDF സർക്കാരുകളും ഒരുപോലെ നടപ്പാക്കിയിട്ടുള്ള ഒന്നാണ് ക്ഷേമം. ആ ക്ഷേമ പെൻഷനുകളുടെയും ക്ഷേമ പദ്ധതികളുടെയും കാര്യത്തിൽ ഞങ്ങൾക്കൊരു ചാമ്പ്യൻഷിപ്പ് ഉണ്ടെന്ന് ഇടതുപക്ഷം അവകാശപ്പെടാറുമുണ്ട്. ഇവിടെ ക്ഷേമ പദ്ധതികൾ പ്രതിസന്ധിയിലാകുന്ന, ക്ഷേമ പെൻഷനുകൾ അടക്കം കൃത്യമായി കൊടുക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം വരുന്നു. അതോടൊപ്പം തന്നെ പൊതുവിപണിയിൽ വിലക്കയറ്റമുണ്ട്. അതിന് സമാനമായ വിധത്തിൽ അതിന് ബദലാവാൻ സപ്ലൈകോയ്ക്ക് കഴിയാത്ത അവസ്ഥയുണ്ട്. ഇപ്പോൾ ഈ സബ്സിഡി പരിമിതപ്പെടുത്തുന്നതോടെ സപ്ലൈകോയിലും സബ്സിഡി സാധനങ്ങളുടെ വില കൂടുന്ന സാഹചര്യം വരുന്നു. അപ്പൊ ജനങ്ങളെ സംബന്ധിച്ച് ഒരാളുടെ ക്രയശേഷി തന്നെ പരിമിതപ്പെട്ട് നിൽക്കുന്ന സമയത്ത് എങ്ങനെ ജീവിക്കുമെന്ന് അറിയാതെ നിൽക്കുന്ന സമയത്ത് ഈ വിലക്കയറ്റം കൂടി വരുമ്പോൾ സാധാരണ ജനത്തിന്റെ നടുവൊടിയും. ഈ ബജറ്റിനകത്ത് അടക്കം നമ്മൾ മാർക്കറ്റ് ഇന്റർവെൻഷന് വേണ്ടി എന്ത് കാര്യമാണ് അല്ലെങ്കിൽ എന്ത് പരിഗണനയാണ് സർക്കാർ കൊടുത്തത് എന്നത് കണ്ടതാണ്. അപ്പൊ ഇത് ഈ സർക്കാരിന്റെ മുൻഗണനാ വിഷയമാവുന്നില്ല സാധാരണക്കാർ എന്നുള്ളതിന് തെളിവായി കാണേണ്ടി വരും. അങ്ങനെയല്ലല്ലോ അഭിലാഷ്, വസ്തുതകൾ, സ്റ്റാറ്റിക്സ് നമ്മളെ അങ്ങനെയല്ലല്ലോ പഠിപ്പിക്കുന്നത് എന്നുള്ളതാണ് എനിക്ക് ആദ്യമേ ചോദിക്കാനുള്ള ഒരു ഖേദം. വിയോജിപ്പെന്ന് ഞാൻ പറയുന്നില്ല. കാരണം ഇന്ത്യയിൽ ഏറ്റവും അധികം പണപ്പെരുപ്പവും വിലക്കയറ്റവും കുറഞ്ഞു നിൽക്കുന്ന സംസ്ഥാനം ഏതാണ് എന്ന് പിന്നെ അഭിലാഷ് തീർച്ചയായിട്ടും പഠിക്കുന്ന ആളായതുകൊണ്ട് അറിയാം. എനിക്ക് അവകാശവാദവും ഞാൻ ഉന്നയിക്കുന്നുമില്ല. പക്ഷേ പിന്നെ ഒന്ന് പറയൂ, ഇന്ത്യയിൽ ഏറ്റവും അധികം പണപ്പെരുപ്പവും വിലക്കയറ്റവും കുറഞ്ഞു നിൽക്കുന്ന സംസ്ഥാനം ഏതാണ്? ഞാൻ അവകാശവാദമൊന്നും മുമ്പോട്ട് വെക്കുന്നുമില്ല കേട്ടോ. അതൊന്ന് പരിശോധിക്കട്ടെ. അതൊരു കാര്യം. പിന്നെ ഈ എനിക്കൊരു വിയോജിപ്പുള്ളത് ശരിയാണ്, കേരളത്തിൽ ഇപ്പോൾ നമ്മൾ നാഷണൽ ശരാശരിയുടെ അത്രയും പണപ്പെരുപ്പമില്ല അല്ലെങ്കിൽ വിലക്കയറ്റമില്ല. പക്ഷെ കേരളമാണോ ഏറ്റവും കുറവ്, ഈ പറഞ്ഞതുപോലെ ഏറ്റവും കുറഞ്ഞ ഇൻഫ്ലേഷൻ ഉള്ള സംസ്ഥാനം കേരളമാണോ? അല്ല. അപ്പോൾ ജനങ്ങളെ ഒരു തരത്തിലും തെറ്റിദ്ധരിക്കരുത്. അല്ല ഈ ഇൻഫ്ലേഷൻ കുറവ് എവിടെയാണെന്ന് പറയൂ താങ്കൾ. മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം എന്റെ റിപ്പോർട്ടുണ്ട്. മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെന്റേഷൻ ഇൻഫ്ലേഷൻ റേറ്റ്സ് ഏറ്റവും കൂടുതൽ 2024 ജനുവരി ബേസ്ഡ് ഓൺ CPI കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സിന്റെ അടിസ്ഥാനത്തിലുള്ള ഇൻഫ്ലേഷൻ ഏറ്റവും കുറഞ്ഞു നിൽക്കുന്ന സംസ്ഥാനം ഏതാണ്? 2.64 ഉള്ളൂ ഗോവയിൽ. കേരളത്തിൽ 4.04 ഉണ്ട്. നമ്മുടെ അയൽ സംസ്ഥാനമായ കർണാടകയിൽ കൂടുതലാണ്. തമിഴ്നാട്ടിൽ 4.82 ഉണ്ട്. നോക്കൂ, വലിയ സംസ്ഥാനമായ മധ്യപ്രദേശിൽ 3.93 ആണ്. നോർത്ത് ഈസ്റ്റേൺ സംസ്ഥാനങ്ങളിൽ കുറവുണ്ട്. സിക്കിമിൽ 3.4 ആണ്. 2.6 ഉള്ള ഒരു നോർത്ത് ഈസ്റ്റേൺ സംസ്ഥാനമുണ്ട്. അപ്പോൾ കേരളമാണ് ഏറ്റവും കുറഞ്ഞ ഇൻഫ്ലേഷൻ ഉള്ള സംസ്ഥാനം എന്ന് പറയരുത്. ഇൻഫ്ലേഷൻ കുറഞ്ഞു നിൽക്കുന്ന സംസ്ഥാനങ്ങളിൽ ഒന്നാണ് കേരളം. കേരളത്തെക്കാൾ കൂടിയ ഇൻഫ്ലേഷൻ ഗുജറാത്തിലും ഡൽഹിയിലും മഹാരാഷ്ട്രയിലും കർണാടകയിലും ഒക്കെ ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം. രാജസ്ഥാനിലും ഉണ്ട്. അല്ല, നമ്മൾ ഇത്തരം ചർച്ചകളിൽ നമ്പർ 1 ഏത് നമ്പർ 2 ഏതെന്നുള്ളതല്ല എടുക്കുക. ജനറലൈസ് ചെയ്തില്ല ഇത്തരം കാര്യങ്ങൾ സാധാരണ പറയാറുള്ളത് അഭിലാഷേ. ഒന്ന്. രണ്ടാമത്, പിന്നെ ഞാൻ ഈ നടപ്പ് സാമ്പത്തിക വർഷത്തിൻ്റെ തൊട്ട് മുമ്പത്തെ പാദം അതാണ് ഞാൻ ആധാരമാക്കി എടുത്തത്, ഡിസംബർ വരെയുള്ള കണക്ക്. അത് വെച്ചുകൊണ്ടാണ് ഞാൻ ഈ കാര്യം പറയുന്നത്. ഈ ജനുവരി ഫെബ്രുവരി മാർച്ചിൻ്റെ കണക്ക് അഭിനവർക്ക് ചിരിക്കുന്നുണ്ട്. പിന്നെ ഈ ജനുവരി ഫെബ്രുവരി മാർച്ചാണല്ലോ അവസാന പാദം എന്ന് പറയുന്നത്. അവസാന പാദത്തിൻ്റെ കണക്കല്ലല്ലോ ആദ്യം വരിക. അത് വെച്ചാണ് ഞാൻ പറഞ്ഞത്. അതിരിക്കട്ടെ, ഞാൻ ഈ ഒരു കാര്യം പറഞ്ഞു വരികയാണല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗം താങ്കൾ ചോദിച്ച ചോദ്യത്തിൻ്റെ മറുപടിയായി വരുമ്പോൾ ഇത് മാർക്കറ്റ് ഇൻ്റർവെൻഷൻ എന്നുള്ളതാണല്ലോ സപ്ലൈകോയെ സംബന്ധിച്ചുള്ളത്. ഇപ്പോൾ ബഹുമാന്യ സുഹൃത്ത് ശ്രീ B. ഗോപാലകൃഷ്ണൻ പറഞ്ഞത് 4000 കോടി രൂപയാണ് സപ്ലൈകോയുടെ കടം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അങ്ങനെയല്ല. 2011-16 കാലയളവിൽ 347 കോടി രൂപയാണ് കേട്ടോ. നിയമസഭയിൽ മന്ത്രി വെച്ച കണക്കാണ് ഇത്. ഇന്ന് മന്ത്രി നൽകിയ കണക്കാണ്.
347 കോടി രൂപ 2011-16 പിന്നെ ഉള്ള കടം 2016 മുതൽ 23 വരെയുള്ള കാലയളവിൽ അത് 1177 കോടി രൂപയാണ്. 1177 രണ്ടും കൂടെ ചേർത്താൽ ആകെ വരുന്നത് 1525 കോടി രൂപയാണ് പിന്നെ ഇതിൻ്റെ ബാധ്യതയായിട്ട് നിൽക്കുന്നത് സപ്ലൈകോയ്ക്ക് ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടേണ്ടത്. ഇതിൻ്റെ അകത്തിന് അടുത്ത ചോദ്യം, ഇത് കേന്ദ്ര സർക്കാർ കൊടുക്കാനുള്ളതാണോ? അല്ല, അങ്ങനത്തെ തർക്കവും വാദവും ഇല്ല. അത് കേന്ദ്ര സർക്കാരല്ലല്ലോ സപ്ലൈകോയ്ക്ക് കൊടുക്കുന്നത്, ഗവൺമെൻറ് ഇൻ്റർവെൻഷൻ അല്ലേ നടക്കുന്നത്. പക്ഷേ കേന്ദ്ര സർക്കാരിൻ്റെ യൂണിയൻ ഗവൺമെൻറ് ഇടപെടലുള്ള ചില പ്രധാനപ്പെട്ട മേഖലകൾ നമുക്ക് ബാധ്യതയായി കിടക്കുന്നത് താങ്കൾ പറഞ്ഞ പോലെ തന്നെ അടുത്ത ഘട്ടത്തിൽ ചർച്ച ചെയ്താൽ മതി, ഞാനപ്പോൾ പറയാം. ഏതായാലും ഈ സംഭവം എന്ന് പറയുന്ന 1177 കോടി രൂപ ഉൾപ്പെടെ അതിപ്പോഴത്തെയാണ്, 7 വർഷത്തെയാണ്, 1525 കോടി ലഭിക്കാനുണ്ട്. ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് എന്താണ്? സബ്സിഡി വിലകൾ ശാസ്ത്രീയമായും യുക്തിസഹമായും പരിഷ്കരിക്കുക എന്നുള്ളതാണ് ഗവൺമെൻറ് ചെയ്തിരിക്കുന്നത് എന്നാണ് പിന്നെ ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി ഇന്ന് സഭയിൽ പറഞ്ഞത്. ഉടനെ പ്രതിപക്ഷ നേതാവ് എഴുന്നേറ്റു, അങ്ങനെയല്ല എന്ന് പറഞ്ഞ്. അപ്പോൾ സ്പീക്കർ പറഞ്ഞത് നമ്മൾ പലരും കണ്ടിരിക്കും, ചിലരെങ്കിലും കേട്ടിരിക്കുമല്ലോ. ഭക്ഷ്യമന്ത്രി പറയുന്നതാണ് ഞാൻ വീൽഡ് ചെയ്യുന്നത്, ഭക്ഷ്യമന്ത്രി പറഞ്ഞു ഇങ്ങനെയാണെന്ന് പറഞ്ഞു, അതിൻ്റെ അപ്പുറത്തേക്ക് താങ്കൾ പറയേണ്ടതില്ല എന്ന് പറഞ്ഞ സഭാനാഥൻ തന്നെ റൂളിങ് അപ്പോൾ നടത്തുന്നത് നമ്മൾ കേട്ടതാണല്ലോ. അപ്പോൾ എന്താണ് ഗവൺമെൻറ്റിൻ്റെ ആക്ഷൻ പ്ലാൻ ഇക്കാര്യത്തിലുള്ളത്? അത് സബ്സിഡി വിലകൾ ശാസ്ത്രീയമായും യുക്തിസഹമായും പരിഷ്കരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതാണ് മുമ്പേ ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് 2016 പറഞ്ഞു, ഈ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് സപ്ലൈകോയുടെ വിലകൾ 13 ഇനത്തിൻ്റെ വില കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കും എന്ന് പറഞ്ഞു. അത് ആ 13 ഇനങ്ങളുടെ വില 5 വർഷം മാത്രം കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുക അല്ലല്ലോ ചെയ്തത്, അതിന് ശേഷവും നിന്നല്ലോ. പിന്നെ ഇപ്പോൾ പിന്നെ ഇടയ്ക്ക് കഴിഞ്ഞ 1 വർഷം ഇത് സാധനങ്ങൾ കിട്ടാതെ വന്നിട്ടുണ്ട്, ദൗർലഭ്യം നന്നായിട്ടുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ അതിന് ഗവൺമെൻറ് ഒരു ആക്ഷൻ പ്ലാനുമായിട്ട് മുമ്പോട്ട് വന്നിട്ടുണ്ട്. ഇതാണ് ക്രമാനുഗതമായി ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു ഡെവലപ്മെൻ്റ് എന്ന് പറയുന്നത്. അതിനെ പോസിറ്റീവായി എടുക്കുന്നതിന് പകരം പിന്നെ ഡിസ്ട്രക്റ്റീവായിട്ട് വിമർശിക്കാനും നമുക്ക് കഴിയും, കൺസ്ട്രക്റ്റീവായിട്ട് വിമർശിക്കാൻ കഴിയും. ഏത് വേണമെന്നുള്ളത് ചർച്ച ചെയ്യുന്നവരുടെ താല്പര്യം വരിക. ഞാൻ ഏതായാലും ഡിസ്ട്രക്റ്റീവായിട്ടുള്ള വിമർശനത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നില്ല. ശരി, ഓക്കെ, വ്യക്തം. ശ്രീ എൻ അരുൺ, ഇതിപ്പോ ശാസ്ത്രീയമായി സബ്സിഡി പുനഃക്രമീകരിക്കുകയാണ് ചെയ്തത് എന്ന് രാഷ്ട്രീയമായി വിശദീകരിക്കാം. പക്ഷെ ഒരു സാധാരണ കുടുംബത്തിന് മുമ്പിൽ ഇത് എങ്ങനെ വിശദീകരിക്കും എന്നുള്ളതാണ് നിങ്ങൾ നേരിടുന്ന അടിസ്ഥാനപരമായ പ്രശ്നം. ഇപ്പോൾ രാവിലെ ഭക്ഷണം കഴിക്കണം, ദോശ ഉണ്ടാക്കാമെന്ന് വെച്ചാൽ നോക്കൂ, ഉഴുന്നിന് 29 രൂപയാണ് കൂടുക. പോട്ടെ, പുട്ടുണ്ടാക്കാമെന്ന് നോക്കാം, പുട്ടിന് ചെറുപയർ കറി വെക്കാന്ന് വെച്ചാൽ ചെറുപയറിന് 19 രൂപ കൂടും. പുട്ടും കടലയാക്കാന്ന് വെച്ചാൽ കടലയ്ക്ക് എത്ര രൂപയാണ് കൂടുക? കടലയ്ക്ക് 31 രൂപ കൂടും. ഇനി പോട്ടെ, ചമ്മന്തി അരയ്ക്കാന്ന് വെച്ചാൽ മുളകിന് 44 രൂപ 50 പൈസ കൂടുകയാണ്. അപ്പോൾ ഒരു മനുഷ്യനെ സംബന്ധിച്ച് അയാളുടെ കുടുംബ ബജറ്റിൽ കരുതേണ്ട പണം ഉയരുന്നു എന്നുള്ളതാണ് ഇതിലെ അടിസ്ഥാനപരമായ പ്രശ്നം. രാഷ്ട്രീയ വിമർശനങ്ങളൊക്കെ ഏത് നിലയ്ക്കും എവിടെയും പറയാം, അതിനപ്പുറത്ത് ഒരു മനുഷ്യന്റെ ജീവിതത്തെ എങ്ങനെ സ്വാധീനിക്കുന്നു, എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളതല്ലേ പ്രശ്നം. അങ്ങനെ നോക്കുമ്പോൾ ഇവിടെ സപ്ലൈകോയെ ആശ്രയിക്കുന്ന 40 ലക്ഷം കാർഡ് ഹോൾഡർമാരെ സംബന്ധിച്ച് അവർക്ക് അവരുടെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാൻ കൂടുതൽ പണം മുടക്കേണ്ടി വരുന്നു എന്നുള്ളതാണ് സാഹചര്യം. ഇവിടെ കോൺഗ്രസ് പ്രതിനിധിയും BJP പ്രതിനിധിയും നിരവധിയായിട്ടുള്ള ആരോപണങ്ങൾ പറഞ്ഞു. അതിനോരോന്നിനും മറുപടി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതിൽ കോൺഗ്രസ് പ്രതിനിധിയോട് എനിക്ക് പറയാനുള്ളത്, ഈ വിലക്കയറ്റം കേരളം ആണ് അതിന് ഉത്തരവാദി എന്ന രീതിയിലാണ് അദ്ദേഹം ഇവിടെ പറഞ്ഞു വെച്ചത്. അതിൻ്റെ മുഖ്യ ഉത്തരവാദി ആരാണ് എന്ന് ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ പറയാൻ കോൺഗ്രസ് പ്രതിനിധിക്ക് പ്രയാസം ഉണ്ടാവും. കോൺഗ്രസുമായി കേരളത്തിലെ സംഘപരിവാർ പ്രസ്ഥാനത്തിലുള്ള ബന്ധമൊന്നും ഞാൻ കൂടുതൽ വിശദീകരിക്കേണ്ടതില്ല. നിങ്ങൾ ഇടതുപക്ഷത്തെ നിരന്തരം ഇകഴ്ത്തുമ്പോൾ, പഴിചാരുമ്പോൾ, കരിവാരിത്തേക്കുമ്പോൾ ഇടയ്ക്കെങ്കിലും പുട്ടിന് പീര എന്ന പോലെ നിങ്ങൾ BJP ഗവൺമെന്റിനെ കുറിച്ച്, കേന്ദ്ര ഗവൺമെന്റിനെ കുറിച്ച് പറഞ്ഞാൽ നന്നായിരിക്കും എന്നത് ഞാൻ പറയുകയാണ്. പിന്നെ യോഗി ആദിത്യനാഥിന്റെ ഗവൺമെന്റ് വീണ്ടും വന്നതിന്റെ കഥയൊന്നും പറയിക്കണ്ട. കോൺഗ്രസ് തനിച്ച് മത്സരിച്ച് വീണ്ടും മുഖ്യമന്ത്രി പദത്തിൽ എത്താനുള്ള ശ്രമമൊക്കെ നടത്തിയത്. ഒരു മുന്നണി സംവിധാനമൊക്കെ ഉണ്ടാക്കാൻ ശ്രമിച്ചിരുന്നെങ്കിൽ, ഒരു സമചിത്തതയോടുകൂടി ഇടപെട്ടിരുന്നെങ്കിൽ അവിടെ യോഗി വീണ്ടും മുഖ്യമന്ത്രിയാകുന്ന സാഹചര്യം ഉണ്ടായിരുന്നില്ല. ഇവിടെ BJP പ്രതിനിധിയുമായി ഞാനൊരു വഴക്കുണ്ടാക്കാൻ വേണ്ടി പറഞ്ഞതല്ല, ഞാൻ പറയാത്ത കാര്യം അദ്ദേഹം പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇടപെട്ടത്. ഞാൻ പറഞ്ഞത് 2016 തീരുമാനിക്കപ്പെട്ടിട്ടുള്ള ആ വില അത് വർദ്ധിപ്പിക്കില്ല എന്ന് പറഞ്ഞത് ആ ഘട്ടത്തിലാണ്, ആ സമയത്ത്. അതിനുശേഷം ആ ഒരു ഗവൺമെന്റിന്റെ കാലം കഴിഞ്ഞു. അതുകൂടാതെ കൽപ്പാന്ത കാലത്തോളം വില കുറച്ച് വിൽക്കില്ല എന്നല്ല പറഞ്ഞത്. കൽപ്പാന്ത കാലത്തോളം ആ വില തന്നെ എങ്ങനെ സാധ്യമാകും? 10 വർഷമാകാൻ പോവാണ്, 8 വർഷം കഴിഞ്ഞു. എങ്ങനെ ആ വിലയ്ക്ക് വിൽക്കാൻ സാധിക്കും എന്നതിനെ കുറിച്ചാണ് ഞാൻ ചോദിച്ചത്. ഇവിടെ ഏറ്റവും പ്രാധാന്യത്തോടു കൂടി പറയേണ്ട കാര്യം, നമ്മുടെ അവശ്യ വസ്തുക്കളുടെ വിലവർദ്ധനവ് കേരളത്തിൽ മാത്രമുള്ളതല്ലോ,
ഇന്ത്യ മഹാരാജ്യത്ത് മുഴുവൻ വിലവർദ്ധനവുണ്ട്. അതിൻ്റെ ഉത്തരവാദിത്തം ആർക്കാണ്? ഇന്ധനത്തിൻ്റെ വിലവർദ്ധനവിൻ്റെ ഉത്തരവാദിത്തം ആർക്കാണ്? ഓരോ അവശ്യ വസ്തുക്കളുടെയും വില, പാചകവാതകം ഉൾപ്പെടെ ഓരോ അവശ്യ വസ്തുക്കളുടെ വില കേരളത്തിൽ മാത്രമല്ല വർദ്ധിച്ചിട്ടുള്ളത്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, കേരളത്തിലെ പൊതുവിപണിയിൽ വില പിടിച്ചു നിർത്താൻ വേണ്ടി ആരാണ് ഇതിവിടെ ചോദിക്കേണ്ട? 1970-കളിൽ 74-ലാണ് സപ്ലൈകോ രൂപീകരിച്ചെന്നൊക്കെ പറയുകയുണ്ടായി. കേരളത്തിൽ ഈ സപ്ലൈകോ അവശ്യ വസ്തുക്കൾ 13 സബ്സിഡി വിലയ്ക്ക് വിൽക്കാൻ തീരുമാനിച്ച ഗവൺമെൻറ് ആരുടെ ഗവൺമെൻറ് ആയിരുന്നു? സഖാവ് ഇ കെ നയനാർ മുഖ്യമന്ത്രിയും സഖാവ് ഇ ചന്ദ്രശേഖരൻ നായർ കേരളത്തിലെ പൊതുവിതരണ മന്ത്രിയായിരുന്ന സമയത്താണ് ആ തീരുമാനമെടുത്തത്. ഗവൺമെൻറ് സഹായം ഏറ്റവും കൂടുതൽ കൊടുത്തിട്ടുള്ളത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരിക്കുന്ന ഘട്ടങ്ങളിലാണ്. അതിനോടൊപ്പം തന്നെ എന്തുകൊണ്ടാണ് ഇപ്പോൾ ഈ നിങ്ങൾ സൂചിപ്പിച്ച പോലെ കാലങ്ങളോളമായി സപ്ലൈകോ ഔട്ട്ലെറ്റ് ഇത്രമാത്രം മോശമായി കിടക്കുമൊന്നുമല്ല, കുറച്ച് സമയമായിട്ടുള്ളൂ. അതിന് കാരണം കേന്ദ്രത്തിൻ്റെ വലിയ തോതിൽ ഈ ഗവൺമെന്റിനെ ഞെക്കിക്കൊല്ലാൻ വേണ്ടി നടത്തുന്ന ശ്രമങ്ങൾ തന്നെയാണ്. ഇവിടെ സൂചിപ്പിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം, വില കുറവ് തന്നെയാണ്. ഓപ്പൺ മാർക്കറ്റിൽ നിന്നും വില കുറച്ച് തന്നെയാണ് കേരളത്തിൽ സപ്ലൈകോ വില തീരുമാനിച്ചിട്ടുള്ളത്. ഇപ്പോൾ പറയുകയുണ്ടായാലും 56% കുറവാണ് ഇപ്പോഴത്തെ വില നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അത് 35% കുറച്ചിട്ടുണ്ട്. 35% ഓപ്പൺ മാർക്കറ്റിൽ നിന്നും വില കുറച്ച് വിൽക്കുന്നത്. ഇവിടെ കോൺഗ്രസ് പ്രതിനിധിയോട് പറയാനുള്ളത്, കോൺഗ്രസ് പ്രതിനിധിയോടാണ് പറയേണ്ട കാര്യമുള്ളൂ. കാരണം BJP ഭരിക്കുന്ന ഒരു സംസ്ഥാനങ്ങളിലും ഈ റേഷൻ കടകളല്ലാതെ ഇത്തരത്തിൽ അവശ്യ വസ്തുക്കളെല്ലാം കൊടുക്കുന്ന ഒരു സംവിധാനം, അല്ലെങ്കിൽ പൊതുവിതരണ സംവിധാനം BJP ഭരിക്കുന്ന ഒരു സംസ്ഥാനങ്ങളിലും ഇല്ല. BJP ഗവൺമെന്റ് ഒരു തരത്തിലും സഹായിക്കുന്നുമില്ല. തെരഞ്ഞെടുപ്പ് അടുത്ത ഘട്ടത്തിൽ ഭാരതരിയായിട്ട് വന്നിട്ടുണ്ടാകാം. നമ്മൾ ഓർക്കേണ്ട കാര്യം, പ്രളയകാലത്ത് ഗവൺമെന്റിന് കൊടുത്ത, കേന്ദ്ര ഗവൺമെന്റ് നൽകിയ അരിയുടെ തുക നയാ പൈ വ്യത്യാസമില്ലാതെ കേരളത്തിൽ നിന്ന് വാങ്ങിയ ഗവൺമെന്റാണ്. ഞാൻ സൂചിപ്പിച്ചു വന്നത്, ഈ കേരളത്തിലെ 1633 സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ വില കുറച്ച് തന്നെയാണ് വിൽക്കുന്നത്. 35% വില കുറച്ചാണ് വിൽക്കുന്നത്. UDFന്റെ സമയത്ത് 2016 വരെ ഭരണം നടത്തിയപ്പോൾ 22% വില കുറവാണ് ഉണ്ടായിരുന്നത്. ഓപ്പൺ മാർക്കറ്റിൽ നിന്നും 22% വില കുറവാണ് ഉണ്ടായിട്ടുള്ളത്. ഇപ്പോഴത്തെ വില കുറവ് 30 മുതൽ 35% വരെയാണ്. അതൊക്കെ അബിൻ വർക്കി ഒന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ് എന്നാണ് പറയാനുള്ളത്. കേരളത്തിന്റെ ബജറ്റിന്റെ മറുപടി പ്രസംഗം നടത്തിയപ്പോൾ കേരളത്തിലെ ധനകാര്യ വകുപ്പ് മന്ത്രി പറയുകയുണ്ടായി, സപ്ലൈകോയെ സംരക്ഷിക്കുവാൻ വേണ്ടിയുള്ള ഇടപെടലുണ്ടാകും. KSRTCക്ക് സമാനമായി കഴിഞ്ഞ ബജറ്റ് സമയത്ത് KSRTCക്ക് 900 കോടി രൂപയാണ് കൊടുത്തതെങ്കിൽ അതിന്റെ 3 ഇരട്ടിയിലധികം തുക ഗവൺമെന്റ് കൊടുക്കുകയുണ്ടായി. സമാനമായ രീതിയിൽ കൊടുത്തിട്ടുണ്ട്. ഭക്ഷ്യവകുപ്പ് മന്ത്രി പറഞ്ഞിട്ടുള്ളത് 2 ആഴ്ചക്കുള്ളിൽ ഇപ്പോൾ പറഞ്ഞിട്ടുള്ള വിലയിൽ സുലഭമായ രീതിയിൽ എല്ലാ സപ്ലൈകോ ഔട്ട്ലെറ്റുകളിലും ഉൽപ്പന്നങ്ങൾ നൽകും എന്നുള്ളതാണ്. അതിനെ വളരെ പോസിറ്റീവായി തന്നെയാണ് നോക്കിക്കാണുന്നത്. കേരളത്തിലെ ജനങ്ങളും അത്തരത്തിൽ തന്നെ നോക്കിക്കാണും. ഇവിടെ വില കുറഞ്ഞത് പിണറായി വിജയന്റെ ആണെന്ന് പറയുകയുണ്ടായി. നമുക്ക് നന്നായിട്ട് അറിയാം, 2021 തെരഞ്ഞെടുപ്പിലടക്കം കേരളത്തിലെ ജനങ്ങൾ നന്നായി മനസ്സിലാക്കി തന്നെയാണ് വിലയിരുത്തിയിട്ടുള്ളത്. അത് തുടർന്നും ഉണ്ടാകും. ശരി, ഓക്കെ. അതാണ് ആത്മവിശ്വാസം സർക്കാരിനെ സംബന്ധിച്ച്. ഇവിടെ ശ്രീ അബിൻ വർക്കി, ഒന്ന് സർക്കാർ സാമ്പത്തിക ഞെരുക്കത്തിലാണ്. ഭക്ഷ്യമന്ത്രിക്ക് തന്നെ വിപണി ഇടപെടലിന് ഈ തുക പോരാ എന്ന അഭിപ്രായമുണ്ടായിരുന്നു. ഒടുവിൽ ധനമന്ത്രി കുറച്ചുകൂടി വിഹിതം കൂട്ടിയിട്ടുണ്ട്. ഇവിടെ വിപണി ഇടപെടൽ എന്ന് പറയുന്നത് അനിവാര്യമാകുന്ന ഒരു സാഹചര്യം തീർച്ചയായും ഉണ്ട് താനും. അത് സർക്കാരിനെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. പക്ഷെ സർക്കാർ നേരിടുന്നത് വലിയ സാമ്പത്തിക ഞെരുക്കത്തെയാണ്. അപ്പോൾ അതിനെ എങ്ങനെ അഭിമുഖീകരിക്കും എന്ന് വരുമ്പോഴാണ് ഈ സബ്സിഡികൾ കുറച്ചുകൂടി യുക്തിസഹമാക്കുക എന്ന് പറഞ്ഞാൽ പൊതുവിപണിയിൽ കിട്ടുന്നതിനേക്കാൾ 35% കുറഞ്ഞ വിലയ്ക്ക്, അങ്ങനെ അതിന്റെ അടിസ്ഥാനത്തിൽ ഓരോ 6 മാസവും ഒരു റിവ്യൂ ചെയ്യുക. അങ്ങനെ പൊതുവിപണിയിൽ കിട്ടുന്നതിനേക്കാൾ 35% കുറഞ്ഞ തുകയ്ക്ക് സാധനങ്ങൾ നൽകുക എന്ന സമീപനത്തിലേക്കാണ് ഇപ്പോൾ കേരളത്തിൽ പോകുന്നത്. അത് നമ്മൾ ദീർഘകാലാടിസ്ഥാനത്തിൽ നോക്കിക്കഴിഞ്ഞാൽ കുറെ കൂടി നമ്മൾ സ്റ്റേറ്റിനെ സംബന്ധിച്ച്, ധനസ്ഥിതിയെ സംബന്ധിച്ച് ആശ്വാസകരമായ കാര്യമല്ലേ ശ്രീ അഭിലാഷ്? അതായത് നമ്മളിപ്പോൾ എത്ര വില കൂട്ടിയാലും കുറച്ചാലും ഇതൊന്നും സാധനങ്ങളില്ലല്ലോ. അപ്പോൾ ഞാൻ വീണ്ടും പറയുന്നു ശ്രീ അരുൺ, നിങ്ങൾ വില കുറച്ചതിനെയോ അല്ലെങ്കിൽ സബ്സിഡി കുറച്ചതിനെയോ ഒന്നും, വില കൂട്ടിയതിനോ സബ്സിഡി കുറച്ചതിനോ ഒന്നും പറയുന്നില്ല. ഈ സാധനമൊന്നും ഇല്ല സപ്ലൈകോയിൽ. ഇത് കൊടുക്കാനില്ലാത്ത കാരണം ആളുകൾ അവിടെ സമരം നടത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കേരളത്തിലുള്ളത്. അതുകൊണ്ട് നിങ്ങൾ ഇനി എന്ത് കാണിച്ചാലും അതിനകത്ത് പരാതിയൊന്നും ജനങ്ങൾക്കില്ല. എല്ലാവരും പൊതു മാർക്കറ്റിൽ നിന്നാണ് സാധനം മേടിക്കുന്നത്. ഒന്നാമത്തെ കാര്യം. ഇനി രണ്ടാമത്തെ കാര്യം, ഇപ്പോൾ വിപണി ഇടപെടൽ, ഈ ഇടപെടലിന് വേണ്ടി ഈ ബഡ്ജറ്റിൽ നീക്കിയിരിക്കുന്ന തുക എത്രയാണ്? 205 കോടി രൂപ. ഇതിൻ്റെ ആകെ ഇപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ ചിന്തകൻ അദ്ദേഹം ഞാൻ ചിരിച്ചതിനെ കുറിച്ചൊക്കെ പറഞ്ഞു. ഒന്നാമത് നമ്മൾ ഈ വസ്തുതാപരമാണ് അവതരിപ്പിക്കുന്നതെന്ന സ്വയം തോന്നലിൽ ചില കണക്കുകൾ പറയുമ്പോൾ ഈ ടെക്നോളജിയുടെ അതിനൂതനമായ കാലഘട്ടത്തിൽ വിരൽത്തുമ്പിൽ ഇതിൻ്റെയൊക്കെ മറുപടി പറയാനുണ്ടാകും എന്നുള്ള ഒരു ചിന്തയും കൂടെ താങ്കളുടെ മനസ്സിലുണ്ടാവണം. കാരണം താങ്കൾ ഇൻഫ്ലേഷൻ റേറ്റ് ഏറ്റവും കുറഞ്ഞ സംസ്ഥാനം കേരളമാണ് എന്ന് പറയുമ്പോൾ ഇവിടെ സർക്കാർ കണക്ക് തന്നെ വ്യക്തമാക്കുന്നത് ഇൻഫ്ലേഷൻ റേറ്റിൽ 7ാമതായി നിൽക്കുന്ന സംസ്ഥാനമാണ് കേരളം എന്നുള്ളതാണ്. അതായത് ഇൻഫ്ലേഷൻ റേറ്റിനെ 3ആയി തരംതിരിക്കുമ്പോൾ ആദ്യത്തെ ലിസ്റ്റിൽ 2 to 4 വരുന്ന സംസ്ഥാനമല്ല കേരളം, പകരം 4 to 6 വരുന്ന
17 സംസ്ഥാനങ്ങളുടെ ഒപ്പം വരുന്ന സംസ്ഥാനമാണ് കേരളം. അതായത് 7ാമതോ 8ാമതായി നിൽക്കുന്ന ഒരു സംസ്ഥാനത്തെക്കുറിച്ചാണ് ഒരു പച്ചക്കള്ളം താങ്കൾ വസ്തുതാപരമായി ഇവിടെ അവതരിപ്പിക്കുന്നത്. അത് കേൾക്കുമ്പോൾ നിങ്ങളുടെയൊക്കെ അവസ്ഥ കാണുമ്പോൾ ചിരിക്കുക അല്ലാതെ മറ്റൊന്നും ചെയ്യാനില്ലാത്തത് കാരണമാണ് ചിരിച്ചത്. ഒന്നാമത്തെ കാര്യം. ഇനി രണ്ടാമത്തെ കാര്യം, വിപണി ഇടപെടലിനെ കുറിച്ച് പറയുമ്പോൾ ഇപ്പോൾ താങ്കൾ പറഞ്ഞ കണക്ക് ഞാൻ ശരിവെച്ചാൽ 347 കോടി രൂപ 2011 മുതൽ 16 വരെ ബാധ്യത. ശരി, സമ്മതിച്ചു. അപ്പം 2016 മുതൽ 23 വരെ എത്തി നിൽക്കുമ്പോൾ 1200 കോടി രൂപ ബാധ്യത. അപ്പം 347-ന്റെ എത്ര ഇരട്ടിയാണ്? 4 ഇരട്ടിയിലായിട്ടാണ് പോയിരിക്കുന്നത്. 1200 കോടി രൂപ ബാധ്യത. ഈ ബാധ്യത നിൽക്കുന്ന ഒരു സംസ്ഥാനത്തിൻ്റെ ബജറ്റ് വീതം അനുവദിക്കുന്ന അത്ര 205 കോടി രൂപ. അപ്പോൾ ഇതെങ്ങനെ ഇത് തീർക്കുമെന്നാണ് പറയുന്നത്? ഇപ്പോൾ കേരളത്തിൽ പെൻഷൻ 1250 കോടി രൂപയുടെ ബാധ്യത കേരളത്തിലെ പെൻഷൻ കാരണം ഉണ്ട് എന്നാണ് സർക്കാർ പറയുന്നത്, ഒരു കൊല്ലം. അപ്പോൾ ആ ബാധ്യത തീർക്കാൻ പെൻഷനായി അധികം കണ്ട തുക മാത്രം 800 കോടി രൂപയേ ഉള്ളൂ. അതായത് നിലവിലുള്ള ബാധ്യത തീർക്കാനില്ല. കേരളത്തിൽ കാരുണ്യ ലക്ഷക്കണക്കിന് കോടി രൂപയുടെ ബാധ്യത നിൽക്കുമ്പോൾ കാരുണ്യക്ക് വേണ്ടി അനുവദിക്കുന്ന 600 കോടി രൂപ. അപ്പോൾ ഇതാണ് പറയുന്നത്, ഈ കേരളത്തിലെ ധനകാര്യ മാനേജ്മെന്റ് അപ്പാടെ തകർന്നത് കൊണ്ടാണ് ഈ വിലവർധനം ഉണ്ടായത് എന്നുള്ളതാണ് ഞങ്ങളുടെ പോയിന്റ്. ആ പോയിന്റിന്റെ വസ്തുതാപരമായ ചില കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. പിന്നെ ഞാനിവിടെ ആദ്യം പറഞ്ഞ വിലവർധനവിന്റെ കാര്യത്തെക്കുറിച്ച് ഇപ്പോൾ ശ്രീ അരുൺ മറുപടി പറഞ്ഞോളൂ. ഞാൻ ആദ്യം പറഞ്ഞ ഏതെങ്കിലും ഒരു കാര്യത്തിന് വില വർദ്ധിപ്പിക്കാതിരുന്നിട്ടുണ്ടോ? എല്ലാ കാര്യങ്ങൾക്കും വില വർദ്ധിപ്പിക്കുകയാണ്. ഇപ്പോൾ ഇലക്ട്രിസിറ്റി ചാർജ് അഭിലാഷേ കഴിഞ്ഞ ഒരു കൊല്ലത്തിനുള്ളിൽ എത്ര പ്രാവശ്യമാണ് കൂട്ടിയേ? ഒരു പ്രാവശ്യമാണോ കൂട്ടിയേ? ഒന്നല്ല 2ഓ 3ഓ പ്രാവശ്യം കൂട്ടിയിരിക്കുകയാണ്. പാലിൻ്റെ വില ഒരു പ്രാവശ്യമാണോ കൂട്ടിയേ? 1ഓ 2ഓ പ്രാവശ്യം കൂട്ടിയിരിക്കുകയാണ്. ഇങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും വില വർധന. ഇപ്പോൾ സബ്സിഡി കൊടുത്തു എന്ന് പറയുന്നു. ഇപ്പം എനിക്ക് മുന്നേ സംസാരിച്ച BJPയുടെ പ്രതിനിധി ഇവിടെ പറഞ്ഞു, എന്താണ് 111 രൂപയുടെ പയർ എത്ര രൂപയ്ക്കാണ് കൊടുക്കുന്നത്? 110 രൂപയ്ക്കാണ് ഇപ്പോൾ സപ്ലൈക്കോയിൽ കൊടുക്കുന്നത്. അപ്പോൾ ഏതാ ഈ സബ്സിഡി എവിടെയാണ്? ഇപ്പോൾ കടല 5 രൂപ 4 രൂപയുടെ 4 രൂപയുടെ വ്യത്യാസമാണ് പൊതു മാർക്കറ്റും സപ്ലൈക്കോ ആയിട്ടുള്ളൂ. പിന്നെ എവിടെ ഈ സബ്സിഡി കൊടുക്കുന്നത് എവിടെയാണ്? ഇപ്പം മുളകിൻ്റെ റേറ്റ് 37 രൂപ ഉണ്ടായിരുന്നു, 82, അതായത് ഇരട്ടിയിലധികം വർദ്ധിപ്പിച്ചു. അതിൻ്റെ റേറ്റ് പൊതുമാർക്കറ്റിൽ എത്രയാണ്? അപ്പം എവിടെ ഈ സബ്സിഡി കൊടുക്കുന്നത്? അപ്പം നിങ്ങൾ ഈ പറയുന്നത് ഒന്ന് വെർച്വൽ കണക്കാണ്, രണ്ട് ഈ വെർച്വൽ കണക്കിൽ തന്നെ ഈ കള്ളത്തിൽ ചതി ചെയ്യുക എന്ന് പറയില്ലേ, ആ കള്ളത്തിലെ കൊടുംചതിയാണ് ഈ സപ്ലൈകോയുടെ വിലവർദ്ധനവും ഈ സബ്സിഡി കുറയ്ക്കലിലൂടെ ഉണ്ടായിരിക്കുന്നതെന്നാണ് ധനകാര്യ മാനേജ്മെന്റിന്റെ പരാജയം പറയുമ്പോൾ. ഇപ്പോൾ ഒറ്റ കണക്ക്, ഇപ്പോൾ ഇടത് ചിന്തകൻ, ഇപ്പോൾ താങ്കൾ വലിയ ചിന്തകൻ, ഇവിടെ ഇദ്ദേഹം കണക്ക് പറയുകയാണല്ലോ വസ്തുതാപരമായി സ്റ്റാറ്റിസ്റ്റിക്സ് അനുസരിച്ച്. ഇപ്പോൾ ഞാൻ താങ്കളോടൊരു കാര്യം പറയട്ടെ, 957 EMS സർക്കാർ മുതൽ 2016 വരെയുള്ള ഉമ്മൻചാണ്ടി സർക്കാർ മേടിച്ച ആകെ കടം 1.5 ലക്ഷം കോടി രൂപ. 2016 മുതൽ 2023 എത്തി നിൽക്കുമ്പോൾ പിണറായി വിജയൻ സർക്കാർ മേടിച്ചതും 1.5 ലക്ഷം കോടി രൂപ. അപ്പോൾ ആരാ ഈ കടമുണ്ടാക്കിയത്? പിന്നെ കടമെടുക്കാനുള്ള പരിധി ഞാൻ ഇതും കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുക അഭിലാഷേ. ഇപ്പോൾ അഭിലാഷിൻ്റെ സിബിൽ സ്കോർ ഒക്കെ ഉള്ളത് കാരണം അഭിലാഷ് ഒരു ബാങ്കിൽ ചെന്ന് കടമെടുക്കുന്നു. 20 ലക്ഷം രൂപ കടമെടുത്തു. അഭിലാഷിന് ഒരു 20 ലക്ഷം രൂപയുടെ ആവശ്യം കൂടെ ഉണ്ട്. പക്ഷേ സിബിൽ സ്കോർ ഇല്ലാത്തത് കാരണം അഭിലാഷിന് ബാങ്കിൽ നിന്ന് കടമെടുക്കൽ നടക്കില്ല. അപ്പോൾ അഭിലാഷ് എന്ത് ചെയ്യുന്നു? വട്ടപ്പലിശക്കാരൻ്റെ കയ്യിൽ നിന്ന് കൂടുതൽ പലിശയ്ക്ക് പണം കടമെടുക്കുന്നു. ആ കടമെടുത്തു കഴിഞ്ഞാൽ അഭിലാഷ് പറയുകയാണ്, വട്ടപ്പലിശക്കാരൻ്റെ കയ്യിൽ നിന്ന് എടുത്തത് കടമല്ല, ബാങ്കിൽ നിന്ന് എടുത്തത് 20 ലക്ഷം മാത്രമാണ് കടം, മറ്റേത് കടമല്ല എന്ന് പറഞ്ഞാൽ നടക്കുമോ? അതല്ലേ കിഫ്ബി. ഇവിടെ എടുക്കാവുന്ന കാണാം കിഫ്ബി എന്നല്ലാതെ മറ്റേ പൊതു ഫണ്ടിൽ നിന്ന് എടുത്തു. കിഫ്ബി മുഖേന മറ്റൊരു ഫണ്ട് എടുത്തു. ഇത് പൊതുകടത്തിലേക്ക് വരില്ല. ഈ കിഫ്ബിയും മറ്റേതും രണ്ടും തരാതരം മൂലം വ്യത്യസ്തമാണെന്ന് പറഞ്ഞാൽ ഈ കേരളത്തിൽ നിങ്ങളുടെ ധനകാര്യ മാനേജർമാരല്ലാതെ വേറെ ആരെങ്കിലും വിശ്വസിക്കൂ? അന്നേ UDF പറഞ്ഞതാണ് ഇത് രണ്ടും പൊതുകടത്തിൽ വരും. പൊതുകടമെന്ന് പറഞ്ഞാൽ കേരളത്തിന്റെ മൊത്തം കടമാണ്. നമുക്ക് കടമെടുപ്പ് പരിധി പിന്നെ ഉണ്ടാകില്ല. അന്നേ പറഞ്ഞ കാര്യമാണ്. ധനകാര്യ മാനേജ്മെന്റിന്റെ പൂർണ്ണമായ പരാജയം കാരണം ഇതൊന്നും കേൾക്കാൻ നിങ്ങൾ തയ്യാറായില്ല. കേരളത്തെ അതിദാരുണമായ കടത്തിലേക്ക് നിങ്ങൾ തള്ളിവിട്ടു. ധനകാര്യ പ്രതിസന്ധി ഉണ്ടായി, അത് മുഖേന വിലവർധനം ഉണ്ടായി. ഇതാണ് കേരളത്തിൽ സംഭവിച്ചത്. ശരി, ഓക്കെ. ഞാൻ സുജയേന്ദ്രനിലേക്ക് പോകുന്നതിന് മുമ്പ് ശ്രീ ബി ഗോപാലകൃഷ്ണൻ, ഇവിടെ കാണേണ്ടത് സപ്ലൈകോ സാമ്പത്തിക ഞെരുക്കത്തിലാണ്. ഈ കോർപ്പറേഷൻ അതുപോലെ തന്നെ നിലനിൽക്കുക. താങ്കൾ പറഞ്ഞ ഉദ്ദേശം മാർക്കറ്റ് ഇന്റർവെൻഷൻ, ജനങ്ങൾക്ക് പൊതുവിപണിയിൽ വിലക്കയറ്റം ഉണ്ടാകുമ്പോൾ ന്യായമായ വിലയ്ക്ക് സാധന സാമഗ്രികൾ കൊടുക്കാൻ വേണ്ടിയിട്ടാണല്ലോ സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ ഉണ്ടായത്. പഴയ ചരിത്രമൊക്കെ നമുക്കറിയാം. അപ്പോൾ ആ കോർപ്പറേഷൻ നിലനിൽക്കണമെങ്കിൽ അവരെ സംബന്ധിച്ച് അവർക്കൊരു ബ്രീത്തിങ് സ്പേസ് വേണം. അപ്പോൾ അങ്ങനെയുള്ള ഘട്ടത്തിൽ ഇവിടെ ഇപ്പോൾ ഈ സബ്സിഡികൾ കുറയ്ക്കുന്നു, അതൊരു ശ്രമമാണ്. പക്ഷേ എന്നാലും ബാധ്യത സപ്ലൈകോയെ സംബന്ധിച്ചുണ്ട്. ഇതുപോലെയാണ് ഓരോ സ്ഥാപനങ്ങളുടെയും അവസ്ഥ. അപ്പോൾ കേരളം ഞെരുങ്ങുമ്പോൾ സ്വാഭാവികമായും നമ്മളൊരു ഫെഡറൽ സംവിധാനത്തിൽ നിൽക്കുന്നവരാണ്. കേന്ദ്രം എന്തു ചെയ്യുന്നു എന്നുള്ളത് വളരെ പ്രധാനമാണ്.
കേരളം ഒരു കേസ് സുപ്രീം കോടതിയിൽ കൊടുത്തിട്ടുണ്ട്. സുപ്രീം കോടതി അതിനകത്ത് ഒരു ഇന്റർവെൻഷൻ നടത്തിയിട്ടുണ്ട്. കേന്ദ്രത്തോടും കേരളത്തോടും ചർച്ച ചെയ്ത് ഇക്കാര്യത്തിൽ രണ്ടു കൂട്ടരുടെയും നിലപാടുകൾ വീണ്ടും കോടതിയെ അറിയിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ആ കാര്യത്തിൽ നോക്കൂ, ഇവിടുത്തെ സാഹചര്യം കൂടി പരിഗണിച്ച് എമിക്കബിൾ ആയിട്ടുള്ള ഒരു സൊല്യൂഷനിലേക്ക്, അയഞ്ഞ ഒരു സമീപനത്തിലേക്ക് കേന്ദ്രവും കൂടി പോയാലല്ലേ കാര്യങ്ങൾ നടക്കൂ. അഭിലാഷ്, താങ്കൾ ചോദിച്ചതിന് ഉത്തരം പറയാം. അതിനു മുമ്പ് ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ, കാരണം ഇവരെ ഞാനിതൊന്നും പറയാൻ ആഗ്രഹിച്ചതല്ല, പക്ഷെ അവരെന്നെ കൊണ്ട് പറയിപ്പിക്കുന്നതാണ്. കാരണം എന്ന് വെച്ചാൽ യു പിയുടെ കാര്യത്തെക്കുറിച്ച് ചർച്ച വന്നു. ഞാനൊന്ന് പെട്ടെന്ന് പറഞ്ഞുതരാം. യു പിയിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ്സിന് കിട്ടിയത് 2% വോട്ടാണ്. അതിനേക്കാൾ താഴെയാണ് ഈ നോട്ടയുടെ സ്ഥാനം പോലും ഇല്ല CPM. എന്നിട്ടാണ് പറയണത് ഇവർ ഒരുമിച്ച് നിന്നാൽ ഇപ്പോൾ അങ്ങോട്ട് BJP അട്ടിമറിക്കാമെന്ന്. ഒരു കാര്യം മനസ്സിലാക്കണം, 50% വോട്ടോടു കൂടിയാണ് BJP യു പിയിൽ ഭരിക്കുന്നത്. അപ്പോൾ ഈ 50% വോട്ട് കിട്ടണമെങ്കിൽ നാട്ടിലെ ജനങ്ങൾക്ക് സാധാരണക്കാരൻ്റെ കാര്യങ്ങൾ കണ്ടെത്തണം. നിങ്ങൾ ഈ സപ്ലൈകോ കേരളത്തിൽ മാത്രമേ ഉള്ളൂ. പക്ഷേ സപ്ലൈകോയുടെ പേരല്ലാത്ത പല പേരുകളാൽ ഇപ്പോൾ അന്നയോജന, ഗ്രാമീണ അന്നയോജന യു പിയിലുണ്ട്. അവിടെ വില കുറച്ച് സാധനങ്ങൾ കൊടുക്കുന്നുണ്ട്. ഗുജറാത്തിലുണ്ട്, ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലുണ്ട്. ഒന്നാമത്തെ പ്രശ്നം എന്താ അറിയോ? ഒന്നും മറ്റു സ്ഥലത്തില്ല, എല്ലാം ഈ കേരളത്തിൽ മാത്രമേ ഉള്ളൂ. പറയുന്ന വിവരം തീരെ കെട്ട ചില സമീപനങ്ങളാണ് ഈ ഇടതുപക്ഷ ചില ആളുകൾ ഇവിടെ വന്നിരുന്ന ഈ ചർച്ചയിൽ പറയുന്നത്. അവർ സ്ഥിരം പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യമാണ് എന്താ, പെൻഷൻ ഇന്ത്യയിൽ ഏതെങ്കിലും സംസ്ഥാനത്തുണ്ടോ? ഗോവയിലുണ്ട്, ഹരിയാനയിലുണ്ട്. ഹരിയാനയിൽ 3250 രൂപയാണ് 60 വയസ്സിന് മുകളിലുള്ള ആൾക്കാർക്ക് കൊടുക്കുന്നത്. ഇവിടെ 1600. ഇനി പെട്രോളിൻ്റെ ചാർജ് ഗുജറാത്തിൽ 94 രൂപയുള്ളൂ പെട്രോളിൻ്റെ ചാർജ്. ഇവിടെ 110 രൂപയാണ് പെട്രോളിൻ്റെ ചാർജ്. ഗുജറാത്തിൽ 94 രൂപയുള്ളൂ. അത് പോട്ടെ, ഞാൻ അഭിലാഷ് മോഹനോട് ചോദിക്കുക ഒരു കാര്യം. ഞാൻ ചോദിക്കട്ടെ, എന്തെങ്കിലും കാരണവശാൽ ഈ കേന്ദ്ര ഗവൺമെൻറ് കേരളത്തെ ഒരു വ്യത്യസ്തമായിട്ട് ഞെരുക്കുന്നു, അല്ലെങ്കിൽ കേന്ദ്രം കേരളത്തിൽ തീരെ താല്പര്യം കാണിക്കുന്നില്ല, സഹായിക്കുന്നില്ല, ഇങ്ങനെ പറയാൻ പറ്റുമോ അഭിലാഷേ? ഞാൻ ചോദിക്കട്ടെ, 3.9 അതായത് 4 ലക്ഷം കോടി രൂപ ചെലവാക്കിയിട്ട് ഏതാണ്ട് 80 കോടി ജനങ്ങൾക്ക് സൗജന്യമായിട്ടുള്ള ഭക്ഷണം കൊടുക്കുന്നു, സൗജന്യമായിട്ടുള്ള അരി കൊടുക്കുന്നു. ഈ അരി കേരളത്തിന് കൊടുക്കുന്നില്ലേ? ഞാൻ ചോദിക്കണേ, ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങൾക്ക് കൊടുത്തിട്ട് ഈ അരി കേരളത്തിന് കൊടുക്കുന്നില്ലെങ്കിൽ താങ്കൾ പറയുന്നത് ശരിയാ? അയ്യോ, ഇതൊരു മര്യാദകേടാ, ഇത് ഫെഡറൽ സംവിധാനത്തിന് വിരുദ്ധമാണ്. ഈ അരി കേരളത്തിൽ കൊടുക്കുന്നില്ലേ? എന്താണ് കേരളത്തിന് കൊടുക്കാതെ മറ്റ് സംസ്ഥാനത്തിന് കൊടുത്ത് ഏതെങ്കിലും ഒരു കാര്യം ചൂണ്ടിക്കാണിക്കാൻ പറഞ്ഞാൽ അപ്പോൾ പറയും മറ്റേ GSTയുടെ കോമ്പൻസേഷനൊക്കെ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങൾക്കും ഒരുപോലെയാണ്. ഇനി എന്തെങ്കിലും കൂടുതലുണ്ടെങ്കിൽ ഈ നാടിന്, ഈ കേരളത്തിന് 1 രൂപ കൂടുതൽ കിട്ടാനുണ്ടെങ്കിൽ ഞങ്ങൾ വരാം, ഞങ്ങളും കൂടെ നിൽക്കാം, ഒരുമിച്ച് നമുക്ക് പോവാം, ചോദിക്കാം. വെറുതെ നരേന്ദ്രമോദിയെ തെറി പറഞ്ഞതുകൊണ്ട് എല്ലാം കിട്ടുമോ? നരേന്ദ്രമോദിയെ തെറി പറയല്ല, വസ്തുനിഷ്ഠമായി പറയണം. ഇപ്പോൾ 57,400 ആ ചങ്ങാതി ഇവിടെ വന്നിട്ട് സംസാരിച്ചു. ഇത് ധനമന്ത്രി പറയുന്നു. പക്ഷേ തോമസ് ഐസക്ക് കഴിഞ്ഞ ദിവസത്തെ ഒരു ഇൻ്റർവ്യൂവിൽ മാതൃഭൂമി പോലെയുള്ള വേറൊരു ചാനലിൻ്റെ ഇൻ്റർവ്യൂ പറഞ്ഞത് 57,400 കാര്യം എനിക്കറിയില്ല, 1150 കാര്യം എനിക്കറിയാം. അപ്പോൾ തോമസ് ഐസക്കിന് 1150, 57,400 ബാലഗോപാലിന്. ഇത് ഈ 57,400 എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കമ്മച്ചം പറയാണ്. കിട്ടേണ്ട പൈസ 1 രൂപയുണ്ടെങ്കിൽ കിട്ടും, അതിനകത്ത് യാതൊരു സംശയവുമില്ല. ഞാൻ ചോദിക്കട്ടെ, ജൽ ജീവൻ പദ്ധതി ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങൾക്ക് കൊടുക്കുന്നത് കേരളത്തിന് കൊടുക്കുന്നില്ലേ? അന്നയോജന ഇന്ത്യയിൽ മറ്റ് സംസ്ഥാനങ്ങൾക്ക് കൊടുക്കുന്നത് കേരളത്തിന് കൊടുക്കുന്നില്ലേ? മുദ്ര ലോൺ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങൾക്ക് കൊടുക്കുന്ന കേരളത്തിന് കൊടുക്കുന്നില്ലേ? മാതൃവന്ദന പദ്ധതി ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങൾക്ക് കൊടുക്കുന്ന കേരളത്തിൽ കൊടുക്കുന്നില്ലേ? കേരളത്തിൽ കൊടുക്കുന്നില്ല. ഇവിടെ ഫെഡറൽ സംവിധാനത്തിന് വിരുദ്ധമായി കേരളത്തെ ചെറുതാക്കുന്നു. ഇതൊരു അങ്ങേയറ്റത്തെ വൃത്തികെട്ട ഒരു ആരോപണമല്ലേ, ഒരു രാഷ്ട്രീയ ആരോപണമല്ലേ? അതുകൊണ്ടല്ലേ കോൺഗ്രസിന് പോലും ആ രാഷ്ട്രീയ ആരോപണത്തിൽ ഉറച്ചു നിൽക്കാൻ പറ്റാത്തത്? വാസ്തവത്തിൽ എന്താ, ഇതൊരു വൃത്തികെട്ട അടിസ്ഥാനരഹിതമായ ഒന്നുമില്ലാത്തൊരു ആരോപണമാണ്. ഞാൻ നേരത്തെ സപ്ലൈകോയുടെ 4000 കോടിയുടെ കാര്യം പറഞ്ഞപ്പോൾ എൻ്റെ സുഹൃത്ത് ശ്രീ M. ജയചന്ദ്രൻ അദ്ദേഹം പറഞ്ഞു, ഇല്ലല്ല 2354 കോടിയേ ഉള്ളൂ. ശരിയാണ്, അത് ഡയറക്റ്റാണ്. 3384 പെർമനൻ്റ് ആയിട്ടുള്ള ജോലിക്കാരും ഏതാണ്ട് 6462 പെർമനൻ്റ് അല്ലാത്ത ടെമ്പററി ആയിട്ടുള്ള ആളുകളും ഈ സപ്ലൈകോയിലുണ്ട്. അവർക്ക് ശമ്പളം കിട്ടുന്നില്ല. ലോൺ എടുത്തതുമായി ബന്ധപ്പെട്ട വിഷയമുണ്ട്, അതിന് പലിശ അടയ്ക്കണം. ഇങ്ങനത്തെ ധാരാളം കാര്യങ്ങളുടെ കടക്കണി നോക്കുമ്പോൾ അത് 4000-നടുത്താണ്. ഒരു സിമ്പിൾ ചോദ്യം ചോദിക്കാമല്ലോ എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞല്ലോ. 357 കോടി രൂപ 2016. ശരി,
ഈ 2016 നിന്ന് 7 വർഷം ആകുമ്പോഴേക്കും ഈ 2584 കോടി ആയത് എങ്ങനെ? അതിൻ്റെ കാരണം സപ്ലൈകോയ്ക്ക് വേണ്ടത്ര പരിരക്ഷ കൊടുക്കാതെ, സപ്ലൈകോയ്ക്ക് വേണ്ടത്ര പണം കൊടുക്കാതെ ഇവർ വിദേശ ടൂറിന് പണം ചെലവാക്കി, ഇവർ ചാണകക്കുഴി ഉണ്ടാക്കാൻ പണം ചെലവാക്കി, ഇവർ നീന്തൽക്കുളം ഉണ്ടാക്കാൻ പണം ചെലവാക്കി, ഇവർ കേരളീയം ഉണ്ടാക്കാൻ പണം ചെലവാക്കി. നിഷേധിക്കാൻ പറ്റുമോ? അതിനൊന്നുമല്ല പണം ചെലവാക്കേണ്ടത്. ആദ്യം പണം ചെലവാക്കേണ്ടത് സപ്ലൈകോയ്ക്ക്. പാവപ്പെട്ടവന്റെ വിഷയ, പാവപ്പെട്ടവന്റെ കാര്യ, അതാണ് പ്രശ്നം. ശരി, ഓക്കെ, അതാണ് BJP ചൂണ്ടിക്കാണിക്കുന്നത്. ഇവിടെ ശ്രീ M. ജയചന്ദ്രൻ, നമുക്കറിയാം ജനങ്ങളുടെ ജീവിത ചെലവ് ഉയർന്നിട്ടുണ്ട്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ വൈദ്യുതി ചാർജ് വർദ്ധിച്ചിട്ടുണ്ട്, വെള്ളക്കരം കൂടിയിട്ടുണ്ട്. ഈവൻ നമ്മുടെ ഏറ്റവും ഒടുവിലത്തെ ബജറ്റിലാണ് കോർട്ട് ഫീസ് സ്റ്റാമ്പിന്റെ ഫീസ് വർദ്ധിപ്പിച്ചത്. നമ്മുടെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളുടെയും വില വർദ്ധിച്ചിട്ടുണ്ട്. അതിന്റെ കൂട്ടത്തിൽ ഈ പറഞ്ഞ നമ്മൾ നിത്യവും ഭക്ഷണത്തിന് വേണ്ടി ഉപയോഗിക്കേണ്ടി വരുന്ന സാധനങ്ങളുടെ വിലയും കൂടുകയാണ്. അപ്പം ജനങ്ങളെ സംബന്ധിച്ച് ജനം ബുദ്ധിമുട്ടിലാണ്. ബാക്കി ഇതിന്റെ രാഷ്ട്രീയവും പ്രത്യയശാസ്ത്രപരവും ഒക്കെയായ കാരണങ്ങൾ എന്തു തന്നെയായാലും ജനത്തെ പരിരക്ഷിക്കുക എന്ന് പറയുന്ന അടിസ്ഥാന വിഷയത്തിലേക്ക് സർക്കാരിന് സ്വാഭാവികമായും വരേണ്ടി വരുമല്ലോ. ആ ജനങ്ങളെ അഭിസംബോധന ചെയ്യേണ്ടി വരുമല്ലോ, ആ ജനങ്ങളോട് മറുപടി പറയേണ്ടി വരുമല്ലോ. അഭിലാഷ, ഇത് ഈ ഭരണനിർവഹണത്തിൽ രാഷ്ട്രീയമല്ല കേട്ടോ. ഞാൻ ഏതെങ്കിലും മുന്നണിയുടെ കക്ഷി രാഷ്ട്രീയം പറയുന്നില്ല. പക്ഷേ ഭരണനിർവഹണത്തിൽ സദാസത്യവാക്യങ്ങളൊന്നും തന്നെ ഇല്ല. അത് നമുക്കെല്ലാം അറിയുന്നതാണല്ലോ. അവിടെ സദാസത്യവാക്യങ്ങൾ കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നത് രാഷ്ട്രീയമായ നേട്ടകോട്ടങ്ങൾക്ക് മാത്രം ഓക്കെ എന്ന് പറയാം. ഇപ്പോൾ ഇവിടെ എൻ്റെ ബഹുമാന്യ സുഹൃത്ത് ശ്രീ ഗോപാലകൃഷ്ണൻ പറഞ്ഞ അരിയുടെ പ്രശ്നം നോക്കൂ, അതൊരു വലിയ പ്രശ്നമാണ്. മാതൃഭൂമിയുടെ പ്രേക്ഷകരെങ്കിലും വസ്തുത മനസ്സിലാക്കേണ്ടതുണ്ട് എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ആ വിഷയം മാത്രം എടുക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ഈ മഞ്ഞ പിങ്ക് അരി വാങ്ങിക്കുന്ന ജനവിഭാഗം കേരളത്തിൽ 43% ഉള്ളൂ കേട്ടോ. മറ്റേത് നീല വെള്ള എന്ന അത് ഉപയോഗിക്കുന്നവർ 57%. അപ്പോൾ കേന്ദ്രം പറയുകയാണ്, യൂണിയൻ ഗവൺമെൻറ് പറയുകയാണ്, നമുക്ക് ഇത് കിട്ടുന്നത് 10 രൂപ 90 പൈസയ്ക്കാണ് നമുക്ക് ഈ അരി കിട്ടുന്നത്. നമ്മളത് നീലക്കാർക്ക് 2 രൂപ വെച്ച് 4 കിലോ അരി കൊടുക്കുന്നു. ബാക്കിയുള്ളത് വെള്ളയരി 8.30 വെച്ചും കൊടുക്കുന്നുണ്ട്. അത് കൊടുക്കുന്നു, വെള്ളക്കാർഡുകാർക്ക് കൊടുക്കുന്നു. കേന്ദ്രം പിടിക്കുകയാണ്. ഇത് ഞങ്ങൾ സമ്മതിക്കില്ല. എങ്ങനെയാണെന്നറിയാമോ? നമ്മുടെ ഈ മഞ്ഞ പിങ്ക് ഞാൻ പറഞ്ഞല്ലോ 40% ഉള്ളൂ. നമ്മളെ പിടിക്കുന്നത് ഞെരുക്കാണ്. അതുകൊണ്ട് ആ വസ്തുത ഞാൻ പറയുകയാണ്. ഇപ്പോൾ ഇവർ പറയുന്നത് ഞങ്ങൾ നിങ്ങൾക്ക് തരുന്ന കോട്ടയിൽ നിങ്ങൾ ഇങ്ങനെ തോന്നിവാസം കൊടുക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. ഞങ്ങൾ 8 രൂപ 30 പൈസ വെച്ചാണ് കൊടുക്കാനായിട്ട് തരുന്നത്. നിങ്ങളത് ഈ വെള്ളക്കാർക്ക് ഞാൻ മുമ്പേ പറഞ്ഞത് 8 രൂപ 30 പൈസ വെച്ച് കൊടുക്കുന്നതാണ്. 10.90 നമ്മൾ കൊടുക്കുന്നത് കേട്ടോ വെള്ളക്കാർക്ക്. ഈ വെള്ള കാർഡുകാർക്ക് നമ്മൾ 10.90 കൊടുക്കുന്നത് തെറ്റാണ്, നിയമവിരുദ്ധമാണ്. അപ്പോൾ കേരളം പറഞ്ഞു ഞങ്ങൾ 2 രൂപ വെച്ച് 4 കിലോ അരി കൊടുക്കുന്നുണ്ട്. അത് ഞങ്ങൾക്ക് അറിയേണ്ട കാര്യമില്ല. ഞങ്ങൾ 8 രൂപ 30 പൈസ വെച്ച് തരുന്നു, നിങ്ങൾ സബ്സിഡി ഇട്ട് കൊടുക്കുകയോ കൊടുക്കാതിരിക്കുകയോ. പക്ഷേ 10.90 എന്ന് പറയുന്നത് കൂടിയ തുകയാണ്, അത് നിങ്ങൾക്ക് കുറവ് ചെയ്യും. ഇങ്ങനെ ഓരോ മാസത്തെയും 12 മാസത്തെ റേഷൻ്റെ കണക്കിനെ ഓരോ മാസത്തെ 12 ഒരു വർഷത്തെ റേഷൻ്റെ കണക്കിനെ 12 ഡിവൈഡ് ചെയ്യുക. എന്നിട്ട് ഈ തരത്തിൽ പിടിച്ചു വെക്കുകയാണ്. പിടിച്ചു വെച്ച് മാത്രം നമുക്ക് കിട്ടാനുള്ള എത്രയാണെന്നറിയാമോ? 970 കോടി രൂപ. ഏതാ ഈ റേഷൻ്റെ കാര്യത്തിൽ മാത്രമാണ് ഞാൻ പറയുന്നത് കേട്ടോ. ഞാൻ ഈ 57,300 കണക്കിലേക്കല്ല വരുന്നത്. വാസ്തവത്തിൽ ഇന്നലെ ബാലഗോപാൽ ധനമന്ത്രി തന്നെ പറഞ്ഞല്ലോ, 1,07,000 കോടി രൂപയാണ് നമ്മുടെ യഥാർത്ഥത്തിലുള്ള കിട്ടാനുള്ള പണത്തിൻ്റെ മൊത്തം കണക്ക്. അത് പറഞ്ഞല്ലോ. ആ ചർച്ചയിലേക്ക് നമുക്കിപ്പോൾ പോകാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാനത് പോകുന്നുമില്ല. 57,000 അല്ല എൻ്റെ കണക്ക്, മറ്റ് കണക്കുകളുണ്ട്. പക്ഷേ 57,000 പോലും കണക്കോടെ ചർച്ച ചെയ്യാൻ സമയമില്ലാത്തതുകൊണ്ട് 1,7 പോകാൻ പറ്റില്ലല്ലോ. പക്ഷേ ഇത്തരത്തിലുള്ള നിരവധി പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതെല്ലാം ഒറ്റയടിക്ക് സപ്ലൈകോയുടെ വില വർദ്ധിപ്പിക്കില്ല എന്ന് തീരുമാനിക്കാൻ. ഞാനൊന്ന് ചോദിക്കട്ടെ തിരിച്ച അഭിലാഷേ, ഈ കേരളം ഒരുമാതിരി നന്നായിട്ടെങ്കിലും പോകണം എന്നാണല്ലോ എല്ലാ രാഷ്ട്രീയക്കാരും ആഗ്രഹിക്കുക. അത് ഭരിക്കുന്നവരാണെങ്കിലും പ്രതിപക്ഷത്തിരിക്കുന്നവരാണെങ്കിലും ഒക്കെ അങ്ങനെയല്ലേ ആഗ്രഹിക്കുക. അപ്പോൾ അതിൻ്റെ അകത്ത് വരുന്ന പ്രതിബന്ധങ്ങൾ, പ്രതിസന്ധികൾ, തടസ്സങ്ങൾ എന്തൊക്കെയുണ്ടെങ്കിലും എങ്ങനെ കൂട്ടായി നമുക്ക് തരണം ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് സാമാന്യഗതിയിൽ ആലോചനയിൽ വരേണ്ട കാര്യം. ഇപ്പോൾ നിയമസഭയിൽ പറഞ്ഞാൽ പോലും നിയമസഭയിൽ പറയുന്നത് ഞങ്ങൾ അംഗീകരിക്കുന്നില്ലെന്നേ. അപ്പോൾ സ്പീക്കർക്ക് പറയേണ്ടി വരികയാണ്, എനിക്ക് മന്ത്രി പറഞ്ഞതേ അംഗീകരിക്കാൻ കഴിയൂ. കാര്യം മന്ത്രി പ്രതിപക്ഷ നേതാവിൻ്റെ നിലപാടിന് മറുപടി മന്ത്രി കൃത്യമായിട്ട് സ്റ്റാറ്റിക്സ് ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞു. അതാണ് അബിൻ വർക്കി ഞാൻ പറഞ്ഞത്.
അതായത് താങ്കൾ എന്നെ മറ്റൊരു വിധാനത്തിലേക്ക് ചിന്തകനായിട്ടൊന്ന് ദയവായി ഉയർത്തരുതേ എന്ന് മാത്രമേ എനിക്ക് കൈകൂപ്പി അപേക്ഷിക്കാനുള്ളൂ. ഞാൻ പറഞ്ഞത് നിയമസഭയിൽ ഇന്ന് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി ശ്രീ GR അനിൽ വെച്ച കണക്കുകളാണ്. പ്രതിപക്ഷ നേതാവിന് പറഞ്ഞതിന് മറുപടിയായിട്ടാണ് വെച്ചത്. അപ്പോഴാണ് വീണ്ടും ഇടപെട്ടപ്പോഴാണ് സ്പീക്കർ പറഞ്ഞത് ഞാനിത് അനുവദിക്കില്ല എന്ന് പറയുന്നത്. അപ്പോൾ ഉടനെ വോക്കൗട്ട് ഉണ്ടായി. അതൊക്കെ താങ്കൾക്കും അറിയുമല്ലോ, ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുമ്പോൾ ഒരു ഭരിക്കുന്ന മന്ത്രിസഭയിൽ ഒരു മന്ത്രി പറയുന്നത് മുഖവിലേക്ക് എടുക്കില്ല, ഞങ്ങൾ പറയുന്നത് നിങ്ങൾ അംഗീകരിച്ചാൽ മതി എന്ന ശാഠ്യം എന്തിനാണ്? അതിൽ തർക്കമുണ്ടെങ്കിൽ ചർച്ച ചെയ്യാവുന്നേ. അതിന് നമ്മളുടേതായ വഴികളുണ്ടല്ലോ, ചർച്ച ചെയ്യാം. ഇപ്പോൾ ശ്രീ ഗോപാലകൃഷ്ണൻ അദ്ദേഹം സഭയിലില്ലാത്ത ആളാണ്. അദ്ദേഹത്തിന് ഇവിടെയാണ് ആ തർക്കം ഉന്നയിക്കാൻ തോന്നുന്നത്, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഇവിടെയാണ് ഉന്നയിക്കാനുള്ള സാധ്യതയുള്ളതെന്ന് വിചാരിക്കുന്നു. ഇവിടെ ഉന്നയിക്കാം. അത് തർക്കം എന്താ ഉള്ളത്? നേതാവ് അവിടെ ഉണ്ട്. വഴങ്ങേണ്ട ഉത്തരവാദിത്വമൊന്നുമില്ല. നമുക്ക് ഡേറ്റ ഉള്ള കാര്യത്തിൽ ആ ഡേറ്റ പറയാമല്ലോ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ കണക്കാണ് ഇൻഫ്ലേഷൻ ഡേറ്റ ഓരോ മാസവും കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ്. ഒറ്റ കാര്യം കൂടെ പറഞ്ഞ അവസാനിപ്പിക്കാം. ഒരു മാസം ശരാശരി 35 കോടി രൂപയാണ്. ഒരു മാസം 35 കോടി രൂപയാണ് സപ്ലൈകോ സബ്സിഡി ഇനത്തിൽ ചെലവഴിക്കുന്നത്. ഒരു വർഷം 425 കോടി ശരാശരി വരുന്നുണ്ട്. ഇൻറ്റു ഈ 7 വർഷത്തെ നോക്കിക്കോളൂ. ഹലോ, ശരി, ഓക്കെ. എങ്ങനെ ഈ ഭാരം വന്നു എന്നുള്ളതാണല്ലോ. എനിക്കൊരു ഇടവേള എടുക്കേണ്ട സമയം അനിവാര്യമായി. ഞാൻ ആ ഇടവേളയ്ക്ക് ശേഷം വരാം. ചോദ്യമാണെങ്കിൽ ചോദിച്ചു. ഒരൊറ്റ ചോദ്യം. അതായത് ജയചന്ദ്രൻ ഇവിടെ അവതരിപ്പിച്ചതിൽ ഒരു വല്ലാത്ത ഒരു സാധനം ഒന്ന് ചൂണ്ടിക്കാണിക്കാനാണ്. അതായത് കേന്ദ്ര ഗവൺമെൻറ്റിനെ കുറ്റം പറഞ്ഞല്ലോ. 10 രൂപ 90 പൈസയ്ക്ക് റേഷൻ കാർഡിൻ്റെ അരി കൊടുക്കാനുള്ള അവകാശം ഇല്ല കേരളത്തിന്. അത് 8 രൂപ 90 പൈസക്കാണ് കൊടുക്കുന്നതെങ്കിൽ 8 രൂപ 90 പൈസക്കേ കൊടുക്കാവൂ. അപ്പോൾ പറയുന്നു 2 രൂപ 90 പൈസക്ക് ഞങ്ങൾ മറ്റേ കാർഡിന് കൊടുക്കുന്നുണ്ടെന്ന്. എന്നാൽ നിങ്ങളൊരു കാര്യം ചെയ്യണം, ഇത് കേന്ദ്രം തരുന്നതാണെന്ന് പറയണം. അത് പറയാൻ തയ്യാറാണോ? അത് പറയാൻ തയ്യാറാണോ? കേന്ദ്രം തരുന്ന കേന്ദ്രത്തിന്റെ പൈസ അത് അടിസ്ഥാനമല്ലേ? അതൊരു ചോദ്യമല്ലേ? ആയിക്കോട്ടെ. എന്റെ ചോദ്യം സമയമില്ല, ഇടവേള എടുക്കേണ്ട സമയം അതല്ല. അപ്പം നോക്കൂ, നമ്മളിത് സംസാരിച്ച് അവസാനിക്കുമ്പോൾ നേരത്തെ കേന്ദ്രവും അതുപോലെ തന്നെ കേരളവും തമ്മിലുള്ള ചർച്ച അവസാനിച്ചിട്ടുണ്ട്. നാളെ സെക്രട്ടറി തല ചർച്ചകൾ നടക്കുകയാണെങ്കിലും പുരോഗതി ഒന്നും ഉണ്ടായിട്ടില്ലെന്നാണ് KN ബാലഗോപാൽ ഇന്ന് നമ്മുടെ ചർച്ച തുടങ്ങിയതിന് ശേഷം അല്പം മുമ്പ് പറഞ്ഞത്. അപ്പോൾ ഇതൊരു ക്രൈസിസ് എന്നുള്ള നിലയിൽ സർക്കാരിൻ്റെ ക്രൈസിസ് മാത്രമല്ല, സർക്കാരിൻ്റെ ക്രൈസിസ് ജനങ്ങളിലേക്ക് സ്വാഭാവികമായി എത്തുന്നുണ്ട്. അതിപ്പോൾ ഈ പറഞ്ഞ താങ്കൾ നേരത്തെ സൂചിപ്പിച്ച വിലവർധനയുടെ രൂപത്തിലാവട്ടെ, മറ്റു തരത്തിലുള്ള ഭാരങ്ങളുടെ രൂപത്തിലാവട്ടെ. അപ്പോൾ ജനങ്ങളുടെ ജീവിതം കുറച്ചുകൂടി ഈസ് ആവുക, അല്ലെങ്കിൽ കുറെ കൂടിയ ഭാരം കുറയുക എന്ന് പറയുമ്പോൾ അത് ആവശ്യമുള്ള കുറേ അധികം കാര്യങ്ങളുണ്ട്. അതിനെന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്നുള്ളത് ഭരണവും പ്രതിപക്ഷവും ഒക്കെ ഒരുമിച്ച് ആലോചിക്കേണ്ട കാര്യമല്ലേ? അല്ല, തീർച്ചയായിട്ടും ഞാനിവിടെ കേന്ദ്ര സർക്കാരിൻ്റെ ജനവിരുദ്ധ നയങ്ങളെക്കുറിച്ച് പറയാതിരിക്കുന്നതല്ല. കേന്ദ്ര സർക്കാർ ഈ നാടിനെ മുട്ടുകുത്തിക്കാൻ വരിക, അല്ലെങ്കിൽ അവരുടെ ജനദ്രോഹ നയങ്ങൾ ഒരു വശത്ത് നടക്കുന്നുണ്ട്. പക്ഷേ അതിൻ്റെ പേരിൽ സംസ്ഥാനത്ത് നടക്കുന്ന ധനകാര്യ കെടുകാര്യസ്ഥതയെക്കുറിച്ച് പറയാൻ പാടില്ല എന്ന് പറയുന്നതിനെയാണ് ഞാൻ വിമർശിച്ചത്. ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ ഒരു കാര്യം ഞാൻ പറയാം. ഇപ്പോൾ ശ്രീ B. ഗോപാലകൃഷ്ണൻ എന്താണ് മറ്റ് സംസ്ഥാനങ്ങൾക്ക് കൊടുത്തത് കേരളത്തിന് തരാത്തത്? വളരെ പ്രസക്തമായൊരു ചോദ്യമാണ്. അപ്പം ഞാനൊരു കണക്ക്, അതായത് നമ്മൾ ഓരോ സംസ്ഥാനങ്ങളും 1 രൂപ കേന്ദ്രത്തിന് കൊടുക്കുമ്പോൾ, കോൺട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ എന്താണ് അവർ തിരിച്ചു തരുന്നത് എന്നുള്ളൊരു കണക്ക് വന്നിട്ടുണ്ട് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട്. ആ കണക്കിൽ പറയുന്നത് സൗത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങൾ, അത് കേരളം മാത്രമല്ല കേട്ടോ, സൗത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് 1 രൂപ നമ്മൾ കോൺട്രിബ്യൂട്ട് അങ്ങോട്ട് ചെയ്യുമ്പോൾ ഇപ്പോൾ കർണാടകയ്ക്ക് തിരിച്ചു കിട്ടുന്നത് 15 പൈസയാണ്. അതുകൊണ്ടാണ് അവർ സമരത്തിന് പോയത്. തമിഴ്നാടിന് തിരിച്ചു കിട്ടുന്നത് 29 പൈസയാണ് 1 രൂപ കോൺട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ. തെലങ്കാനയ്ക്ക് കിട്ടുന്നത് 43 പൈസയാണ്. ആന്ധ്രയ്ക്ക് കിട്ടുന്നത് 49 പൈസയാണ്. കേരളത്തിന് കിട്ടുന്നത് 57 പൈസയാണ്. 1 രൂപ നമ്മൾ കേന്ദ്രത്തിന് കോൺട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ കേരളത്തിന് തിരിച്ചു കിട്ടുന്നത് 57 പൈസയാണ്. പക്ഷേ നിങ്ങൾ നോർത്തിൽ നോക്കൂ, UP 1 രൂപ കേന്ദ്രത്തിന് കോൺട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ അവർക്ക് തിരിച്ച് ലഭിക്കുന്നത് 2 രൂപ 73 പൈസയാണ്. ബീഹാർ കേന്ദ്രത്തിന് 1 രൂപ കോൺട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ തിരിച്ച് ലഭിക്കുന്നത് 7 രൂപ 6 പൈസയാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പ്രശ്നം. ആ പ്രദേശങ്ങളിൽ 1 രൂപ കോൺട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ അവർക്ക് കിട്ടുന്ന ഭീമമായ തുകയുടെ ഒരു ശരാശരി പോലും, ശരാശരിയുടെ 10% പോലും സൗത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്ക്, കേരളം ഉൾപ്പെടെ കിട്ടുന്നില്ല എന്നുള്ളത് ഞങ്ങളുടെ രാഷ്ട്രീയ ആരോപണമാണ്. സൗത്തിനെ മറ്റൊരു മേഖലയായിട്ട് ഇവിടെ ചിത്രീകരിക്കാൻ അല്ലെങ്കിൽ വിഭജിക്കാൻ കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നുണ്ട്. അത് ഞങ്ങളുടെ ആരോപണമാണ്, വസ്തുതാപരമായ ശരിയുമാണ്. ഗോപാലകൃഷ്ണൻ പറഞ്ഞോളൂ, ഇനി നമുക്ക് അവസാനിപ്പിക്കേണ്ട ടൈമായി. പക്ഷേ അത്
ജാമ്യം എടുത്തുകൊണ്ട് കേരളത്തിലെ ധനകാര്യ പറയാം. അബിൻ വർക്കെ ഒന്ന് സ്റ്റോപ്പ്. അബിൻ വർക്കെ ഒരൊറ്റ ഉത്തരം. താങ്കൾ പറഞ്ഞത് തെറ്റാണ്. ഈ ധനകാര്യ കമ്മീഷൻ ആണല്ലോ ഈ പൈസ വീതം വെക്കുന്നത്. ധനകാര്യ കമ്മീഷൻ കൊണ്ടുവന്നത് ജവഹർലാൽ നെഹ്റുവാണ്. ജവഹർലാൽ നെഹ്റുവിന്റെ കാലത്താണ് ജനസംഖ്യ അടിസ്ഥാനത്തിൽ അതിന്റെ 4 ഘടകങ്ങളെ രൂപപ്പെടുത്തിയത്. ആ ജനസംഖ്യ BJP കൊണ്ടുവന്നതല്ല. ഒരു മിനിറ്റ് 2011 ജനസംഖ്യ എടുത്തപ്പോഴാണത് കുറഞ്ഞത്. നിങ്ങൾ ഒരു മിനിറ്റ് എനിക്കൊന്ന് പറയാൻ ചോദിക്കേ. ഞാനപ്പോൾ തിരിച്ചൊരു ചോദ്യം ചോദിക്കാം അബിൻ വർക്കിനോട്. അബിൻ വർക്കിനോട് ചോദിക്കുക. 17 സംസ്ഥാനങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ റവന്യൂ ഗ്രാന്റ് കിട്ടിയത്. 17 സംസ്ഥാനങ്ങൾക്ക് ഇന്ത്യയിൽ. BJP സംസ്ഥാനങ്ങൾക്ക് കിട്ടിയില്ല. ഗുജറാത്തിന് കിട്ടിയില്ല, UPക്ക് കിട്ടിയില്ല, ഒറീസക്ക് കിട്ടിയില്ല, മധ്യപ്രദേശിന് കിട്ടിയില്ല. അപ്പോൾ അവർ പറയാണ് ഞങ്ങളൊക്കെ വളരെ ധൂർത്തൊന്നും ഇല്ലാതെ PSC ആ പബ്ലിക് സർവീസ് കമ്മീഷൻ PSCയിൽ മധ്യപ്രദേശിൽ 3 പേരാ, കേരളത്തിൽ എത്രയാ? 13 പേരാ. ഓരോ MLA-മാരും മന്ത്രിയാകുമ്പോൾ 20-25 ആളുകളെ 2.5 വർഷം കൊണ്ടുവന്ന് അവർക്ക് പെൻഷൻ കൊടുക്കുക. ഈ ഒഡീഷ ദാരിദ്ര്യ സംസ്ഥാനമാണ്. അവർ പറയുന്നത് ഞങ്ങൾ ഈ ധൂർത്ത് ചെയ്യുന്നില്ല, പക്ഷേ ഞങ്ങൾക്ക് ഗ്രാൻഡ് ഇല്ല. ധൂർത്ത് ചെയ്യുന്ന കേരളത്തിന് ഗ്രാൻഡ് കൊടുക്കുന്നു. റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻഡ് കേരളത്തിനുണ്ട്. ഏറ്റവും കൂടുതൽ കിട്ടുന്ന കേരളത്തിന്. നാളെ ഒറീസ ഇതേ വാദം പറഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് മറുപടി ഉണ്ട്? നമ്മൾ ₹1 കേന്ദ്രത്തിന് കോൺട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ അവരെന്താണ് തിരിച്ചു തരുന്നത്? സൗത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് കർണാടകയാണ് ഏറ്റവും കൂടുതൽ പണം ഈ ഇന്ത്യ മഹാരാജ്യത്ത് റവന്യൂ ഉണ്ടാക്കുന്നത്. സമയം കഴിഞ്ഞു പോയി. എന്തായാലും PSC നിയമനങ്ങൾ രാജ്യത്ത് ഏറ്റവും കൂടുതൽ നടക്കുന്നതും കേരളത്തിലാണ്. PSC മെമ്പർമാരുടെ എണ്ണം പോലെ തന്നെ. എന്തായാലും എനിക്ക് സമയം അവസാനിച്ചു കഴിഞ്ഞു, പൂർണ്ണമായും അവസാനിച്ചു കഴിഞ്ഞു. വളരെ നന്ദി 3 പാനലിസ്റ്റുകൾക്കും. സൂപ്പർ പ്രൈം ടൈം അവസാനിക്കുന്നു. നമസ്കാരം.